ഉത്സാഹം അനിത ഡോക്ടറുടെ ഉത്സാഹം കൊണ്ട് മാത്രമാണ് ഈ ചെറിയ പരിപാടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിന് അനിത ഡോക്ടറുടെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. ഇന്ന് വളരെ താമസിച്ചാണ് എനിക്കതിൻ്റെ ലിങ്ക് കിട്ടിയത്, അല്ലെങ്കിൽ ഒരു കൺഫർമേഷൻ കിട്ടിയത് പ്രോഗ്രാം ഉണ്ടെന്നൊക്കെ അറിയുന്നത്. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം എനിക്കധികം തയ്യാറെടുപ്പുകളൊന്നും നടത്തി ഒരു സ്ക്രീൻ ഷെയർ ചെയ്യത്തക്ക രീതിയിലുള്ള പവർ പോയിന്റ് പ്രസന്റേഷൻ ഒന്നും നടത്താനായിട്ട് പ്ലാൻ ചെയ്യില്ല. അപ്പോൾ എൻ്റെ ആഗ്രഹം, ഇവിടെ കൂടിയിരിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. പ്രായോഗികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ പോകണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാം എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടാണ് വന്നത്. അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് തുടങ്ങുകയും ചെയ്യാം. നമ്മൾ കാർഡിനൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഹോമിയോപ്പതി പഠിക്കുന്ന പോലെ തന്നെ ഹോമിയോപ്പതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് 5 ബയോളജിക്കൽ ലോസ് ഓഫ് നേച്ചർ ആണ്. പ്രകൃതി അതിൻ്റെ സൃഷ്ടജാലങ്ങളെല്ലാം മനോഹരമായിട്ട് അല്ലെങ്കിൽ ഭംഗിയായിട്ട് അതിൻ്റെ ജീവിതചര്യ പൂർത്തിയാകത്തക്ക രീതിയിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ വേണ്ടിയിട്ടുള്ള ബയോളജിക്കൽ പ്രോഗ്രാംസ് നമ്മുടെ എല്ലാം ഉള്ളിൽ, നമ്മളും പ്രകൃതിയുടെ ഭാഗമാണല്ലോ. മനുഷ്യരാണ്, അതുപോലെ മറ്റു മൃഗങ്ങളുണ്ട്, മത്സ്യങ്ങളുണ്ട്, ആകാശ പക്ഷികളുണ്ട്. ഞാൻ പലപ്പോഴും പറയുന്നുണ്ട്, ഇവരൊക്കെ ജീവിക്കുന്ന പോലെ ജീവിക്കാൻ വേണ്ടി നമ്മുടെ ഉള്ളിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന പ്രോഗ്രാംസ് ആണ് ഡിസീസ് എന്നുള്ള നിലയിൽ നമ്മൾ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഡിസീസിനെ കുറിച്ച് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്ത സ്വാഭാവികമായിട്ട് നമുക്കുണ്ടാകും. അല്ലെങ്കിൽ അങ്ങനെയാണ് ലോകം മുഴുവനും രോഗം എന്ന് പറയുന്ന പ്രതിഭാസത്തെ നോക്കിക്കാണുന്നത്. അത് തെറ്റാണ് എന്ന് പറഞ്ഞ ഒരു മഹാനായ മഹത്തായ ഒരു ആത്മാവാണ് ഡോക്ടർ ഹാമർ. കഴിഞ്ഞ ആഴ്ച ഡോക്ടർ ഹാനിമാന്റെ അതേ ദിവസം തന്നെയാണ് ഡോക്ടർ ഹാമറും ഈ ലോകത്തോട് വിട പറഞ്ഞത്. ജൂലൈ 2-ാം തീയതി നമ്മൾ അദ്ദേഹത്തിന് വേണ്ട ട്രിബ്യൂട്ട്സ് ഒക്കെ സമർപ്പിക്കുകയൊക്കെ ചെയ്തു. അപ്പം ഈ ദിവസങ്ങളിൽ നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, ഈ ശാസ്ത്രം നിങ്ങൾ പഠിക്കണം. പഠിപ്പിക്കുക എന്നുള്ളതിനേക്കാളും കൂടുതൽ സ്വന്തമായിട്ട് പഠിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ് കൂടുതൽ കിട്ടും. ഇപ്പൊ സംഗീതം പോലെ, അല്ലെങ്കിൽ നീന്തൽ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ് എടുത്തിട്ട് കാര്യമില്ല. വെള്ളത്തിൽ ഇറങ്ങി പഠിക്കുക തന്നെ ചെയ്യണം. ഡ്രൈവിങ്ങിനെ കുറിച്ച് പറഞ്ഞു കേൾക്കാറുള്ള പോലെ നമ്മൾ ഇങ്ങനെയാണ് എന്ന് പറയുന്നതിൻ്റെ മെക്കാനിസം, സ്റ്റിയറിംഗ് പിടിച്ചിട്ട് തന്നെ വേണം നമുക്ക് പഠിക്കാൻ. അതുപോലെ തന്നെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ 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 പ്രശ്നങ്ങൾ, അല്ലെ രോഗങ്ങൾ എന്നറിയപ്പെടുന്ന രോഗങ്ങൾ എന്തുകൊണ്ടുണ്ടായി എന്നുള്ള അത് പഠിക്കുക എന്നുള്ളതാണ് GNM നിന്നുള്ള ലക്ഷ്യം വരുന്നത്. അപ്പൊ കാരണം, ഡിസീസിന്റെ രോഗം എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസത്തിന്റെ കാരണത്തെക്കുറിച്ച് പറയുന്ന ശാസ്ത്രമാണ് ജർമ്മൻ ന്യൂ മെഡിസിൻ. നമ്മൾ ഹോമിയോപ്പതി, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഹോമിയോപ്പതി പഠിക്കുമ്പോൾ അതിന്റെ കാരണം എന്തുകൊണ്ട് എന്ന് പറയുന്നില്ല. അതിന് അലോപ്പതി ഡോക്ടർമാർ എങ്ങനെയാണോ നമ്മളോട് രോഗത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞത്, അങ്ങനെയാണ് നമ്മൾ രോഗത്തെ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്രയും നാളും നമ്മളൊക്കെ, ഞാൻ ഉൾപ്പെടെ ഉള്ളവര് വിശ്വസിച്ചു പോന്നിരുന്ന കുറേയേറെ കാര്യങ്ങൾ ശരിയല്ല എന്ന് വളരെ വിപ്ലവകരമായ അറിവ് പറഞ്ഞു തന്ന ആളാണ് ഡോക്ടർ ഹാമർ. അങ്ങനെ 5 ബയോളജിക്കൽ ലോസ് എന്ന് പറയുന്നതിൻ്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള GNM അല്ലെങ്കിൽ GSKയുടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ് 5 ബയോളജിക്കൽ ലോസ്, അല്ലെങ്കിൽ പ്രകൃതി നിയമങ്ങൾ എന്നൊക്കെ പറയാം. നമ്മൾ ഇതുവരെയും ബയോളജിക്കൽ ലോ ഓഫ് അല്ലെങ്കിൽ നേച്ചേഴ്സ് ലോ ഓഫ് ക്യൂർ എന്ന് പറഞ്ഞിട്ടുള്ള സിമിലിയ സിമിലിബസ് കൂടെ ഉണ്ട്, അല്ലെങ്കിൽ സിമിലിയ തിയറി എന്ന് പറയുന്നതാണ്. അത് ശരി തന്നെയാണ്, യാതൊരു സംശയമില്ല. പക്ഷെ നമ്മൾ രോഗത്തെക്കുറിച്ച് മനസ്സിലാകുമ്പോൾ അതിൻ്റെ കാരണത്തെക്കുറിച്ച് യഥാർത്ഥത്തിൽ അതൊരു നെഗറ്റീവായിട്ടുള്ള കാര്യമല്ല. നമ്മളുടെ സർവൈവലിന് വേണ്ടിയിട്ട് ഈ പ്രകൃതി ഡിസൈൻ ചെയ്ത ഒരു പ്രോഗ്രാമാണ് ഡിസീസ് എന്നുള്ളത് നമ്മുടെ ആഴത്തിൽ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു അറിവായിട്ട് നമുക്ക് മാറേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഡോക്ടർ ഹാമർ പറഞ്ഞിരിക്കുന്നത്, എല്ലാ രോഗങ്ങളും 100% ഓഫ് ദി ഡിസീസസ് ആർ ഡ്യൂ ടു വൺ ഓർ അതർ കോൺഫ്ലിക്ട്സ് ഹാപ്പനിങ് ഇൻ ദി സൈക്കിക് ലെവൽ. ഇപ്പൊ സൈക്കി എന്ന് പറയുന്നത് സബ് കോൺഷ്യസ് മൈൻഡ് ആയിട്ടാണ് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് ദി കോൺഷ്യസ് മൈൻഡ്. അല്ലെങ്കിൽ കോൺഷ്യസ് മൈൻഡ് ക്യാൻ be subjected to or influenced by so many other factors, but
സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ചില കൺസെപ്റ്റ്സ്, ചില പെർസെപ്ഷൻസ്, അതൊക്കെയാണ് നമ്മളെ ഡിസീസിനെ അട്രാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഡിസീസ് എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസത്തിന് ഇതാണ് നമ്മൾ പഠിക്കുന്ന ഹോമിയോപ്പതി വളരെ ഭംഗിയായിട്ട് പഠിക്കുന്ന ഇൻഡിവിജ്വലൈസേഷൻ, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ, സസെപ്റ്റബിലിറ്റി, മിയാസം ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൗ വി പെർസീവ് എ പർട്ടിക്കുലർ സിറ്റുവേഷൻ എന്നൊക്കെ പറയുന്നത് എല്ലാം ഒന്ന് തന്നെ. അപ്പൊ ഈ പെർസെപ്ഷന്റെ അടിസ്ഥാനത്തിലാണ്, ഈ സബ്ജക്റ്റിവിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കോൺഫ്ലിക്ട്സിനെ നമ്മൾ മനസ്സിലാക്കുന്നതും അല്ലെങ്കിൽ നമ്മളിൽ അത് അഫക്റ്റ് ചെയ്യുന്നു. നമ്മൾ പറയും ട്രിഗർ ചെയ്യുന്ന, ഇറ്റ് ട്രിഗേഴ്സ് എ പർട്ടിക്കുലർ പ്രോഗ്രാം. അപ്പം ഫസ്റ്റ് ബയോളജിക്കൽ ലോ ഈസ് ഓൾ ഡിസീസസ് ആർ ഡ്യൂ ടു എ കോൺഫ്ലിക്റ്റ്. അതിന് ഒത്തിരി വിശദീകരണമുണ്ട്, അതെല്ലാം വായിക്കാനായിട്ട് നിങ്ങളെ ക്ഷണിക്കുകയാണ്. വായിക്കാനായിട്ടാണ് പറയുന്നത്. എല്ലാം പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തിയററ്റിക്കൽ ടീച്ചിങ്സ് ആകും, അതിനുള്ളൊരു വേദിയല്ല എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. നിങ്ങളോടുള്ള ഇൻട്രാക്ഷനിലൂടെ പ്രാക്ടിക്കലായിട്ടുള്ള രീതിയിൽ എങ്ങനെ ഈ അറിവ് നമ്മുടെ ഹോമിയോപ്പതി പ്രാക്ടീഷണേഴ്സ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് ഞാൻ ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ ഈ 5 ബയോളജിക്കൽ ലോസിന്റെ ഒന്നാമത്തെ ലോ ഞാൻ പറഞ്ഞത് നേച്ചേഴ്സ് ലോ ആണ്. അത് പറയുന്നത് 100% ഓഫ് ദ ഡിസീസസ് ആർ ഡ്യൂ ടു കോൺഫ്ലിക്ട്സ് ഹാപ്പനിങ് ഇൻ ദി സൈക്കിക് ലെവൽ. രണ്ടാമത്തേത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, വീണ്ടും പറയുവാണ്. രണ്ടാമത്തേത് ലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ രോഗത്തിനും ഒരു 2 ഭാവങ്ങളുണ്ട്, ഫേസസ് എന്ന് പറയും. കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസ് എന്നും കോൺഫ്ലിക്റ്റ് ഹീലിംഗ് ഫേസ്. അപ്പോൾ ഇത് നമ്മൾ പലപ്പോഴും നമുക്ക് മനസ്സിലാക്കിയിട്ടില്ല. എല്ലാ സിംറ്റംസും ഉണ്ടാകുന്ന ഒന്നുകിൽ കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിലാണ് അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ഹീലിംഗ് ഫേസിലാണ്. ഈ കോൺഫ്ലിക്റ്റ് ഹീലിംഗ് ഫേസ് നടക്കണമെങ്കിൽ ഈ കോൺഫ്ലിക്റ്റ് എന്താണോ അത് റിസോൾവ് ചെയ്തിരിക്കണം. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? മോസ്റ്റ് ഓഫ് ദി സിംറ്റംസ് ദാറ്റ് വി ആർ സഫറിങ് അല്ലെങ്കിൽ ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്ന സിംറ്റംസ്, ഇതാണ് ആക്ച്വലി ഡിസീസ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഇറ്റ് മേ ബി എ സ്വെല്ലിംഗ്, ഇറ്റ് മേ ബി എ റെഡ്നെസ്, പ്രൈമറി സിംറ്റംസ് ഓഫ് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് കളർ, റൂബർ, ഡോളർ എന്നൊക്കെ പറയുന്നത് പോലെ ട്യൂമർ. ഇതെല്ലാം നടക്കുന്നത് ഹീലിംഗ് ഫേസിലാണ്. ബിക്കോസ് ഡ്യൂറിങ് ദി കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി the patient is suffering from the conflict. That is conflict activity. Conflict active on. That means he has not come out of that conflict situation. That is the reason why there are very specific symptoms during the conflict active phase. Number 1 is he is constantly thinking about the conflict. എന്നാലും അവൻ അങ്ങനെ ചെയ്തല്ലോ, എന്നാലും ഇങ്ങനെ ഒരു സ്ഥലം നമുക്ക് നഷ്ടമായി പോയല്ലോ, അല്ലെങ്കിൽ എനിക്ക് നല്ല ജോലി ഉണ്ടായിരുന്ന നഷ്ടമായല്ലോ, അല്ലെങ്കിൽ എൻ്റെ കുട്ടി മരണപ്പെട്ടു പോയല്ലോ, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ വേറൊരാളുടെ കൂടെ പോയല്ലോ, അല്ലെങ്കിൽ എൻ്റെ സൽപ്പേരിന് അപകീർത്തി വരുന്ന രീതിയിലൊരു സംഭവം നടന്നല്ലോ. ഇതെല്ലാം കോൺഫ്ലിക്റ്റാണ്. ഡിപ്പെൻഡിങ് അപ്പോൺ ദി പർട്ടിക്കുലർ നേച്ചർ ഓഫ് ദി കോൺഫ്ലിക്റ്റ്, പർട്ടിക്കുലർ പ്രോഗ്രാം വിൽ ബി കിക്ക് സ്റ്റാർട്ടഡ്. നമുക്കറിയാലോ, അത് തുടക്കമാണ്, ട്രിഗർ ചെയ്യണം. അപ്പൊ ഏത് കോൺഫ്ലിക്റ്റും ഒരു ഡിസീസ് എന്ന് പറയുന്ന ഒരു ഹോൾ പ്രോഗ്രാം കിക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ, ട്രിഗർ ചെയ്യണമെങ്കിൽ അതിന് ഈ സബ്ജക്റ്റിവിറ്റി ഉണ്ടായിരിക്കണം. എല്ലാ സ്ട്രെസ്സും ഒരു ഡിസീസായിട്ട് വരണമെന്നില്ല. ബട്ട് ദർ ആർ സർട്ടൻ സ്ട്രെസ് എന്ന് നമ്മൾ പറയുന്നത് ടു എ പർട്ടിക്കുലർ ലെവൽ റേഞ്ച്, അവിടെ വരുമ്പോഴാണ് നമ്മുടെ നോർമൽ ആയിട്ടുള്ള നോർമോട്ടോണിയ എന്ന് പറയും, അത് ഡിസ്റ്റർബ് ആകുന്നത് ഡ്യൂ ടു എ കോൺഫ്ലിക്റ്റ് ആണ്. അപ്പൊ അങ്ങനെ വരുന്ന കോൺഫ്ലിക്റ്റിനെ DHS എന്നാണ് ജർമ്മൻ ന്യൂ മെഡിസിൻ പറയുന്നത്, GHK പറയുന്നത്. ഇപ്പോ DHS എന്ന് പറഞ്ഞാൽ ഡിർക്ക് ഹാമർ സിൻഡ്രോം എന്നാണ് അർത്ഥം. അപ്പോൾ സിൻഡ്രോം എന്ന് പറയുന്നത് അതിൻ്റെ ആ ട്രിഗർ ചെയ്ത ആ ഒരു കാരണത്തെ കുറിച്ച് പറയുമ്പോഴാണ്. ഡിർക്ക് ഹാമർ എന്ന് പറയുന്നത് ഡോക്ടർ ഹാമറുടെ മകന്റെ പേരാണ്. കാരണം ആ ചരിത്രം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഡോക്ടർ ഹാമറിന് ഒരു മകനുണ്ടായിരുന്നു, 19 വയസ്സുള്ള മകൻ. അയാളുടെ പ്രായത്തിനനുസരിച്ചുള്ള ഒരു പിക്നിക്കിന് കൂട്ടുകാർ കൂടി ഒരു മെഡിറ്ററേനിയൻ സീ ലെവലിൽ അല്ലെങ്കിൽ സീ കോസ്റ്റൽ ഏരിയയിൽ ഒരു ഈവനിങ്ങിൽ കൂട്ടുകാർ കൂടി വെക്കേഷൻ അല്ലെങ്കിൽ പിക്നിക് എൻജോയ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഓളോടെ സഡൻ ഹി വാസ് ഷോട്ട്. ആക്സിഡൻ്റലി ആണോ പർപ്പസ്ഫുള്ളി ആണോ ഇതൊന്നും നമുക്ക് അറിയത്തില്ല. ദർ വാസ് ബിഗ് കേസസ്, ലീഗൽ കേസസ് വേറെ. അങ്ങനെ ആ ഇഞ്ചുറി കിട്ടി. അതിനുശേഷം ഒരു സഡൻ ഒരു പാനിക് കോൾ
ഡോക്ടർ ഹാമർക്ക് കിട്ടുകയാണ് ഒരു രാത്രി മകന് വെടിയേറ്റു എന്ന്. എന്നിട്ട് ആ മകനെയും കൊണ്ട് വീട്ടിൽ വന്നു. ഒരു 3 മാസത്തോളം അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന് അദ്ദേഹം ചികിത്സിച്ചു. എന്നിട്ട് അവസാനം അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചു. ഈ മരണത്തിന് ശേഷം 3 മാസം കഴിഞ്ഞപ്പോൾ അയാൾക്ക് ഡോക്ടർ ഹാമറിന് ടെസ്റ്റിക്കുലർ ക്യാൻസർ ഉണ്ടായി, ടെറട്ടോമ. അപ്പോൾ അതിന്റെ കാരണം എന്താണെന്നുള്ളതൊന്നും അറിയാതെ ആ സമയത്ത് പുള്ളിക്കാരൻ പോയി ഓപ്പറേഷൻ ചെയ്തു. പക്ഷെ ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം he started thinking whether this particular event of developing cancer in his testes is related with the grief that he is suffering from. ആ സമയത്ത് അദ്ദേഹം ഒരു ക്ലിനിക്കില് ക്യാൻസർ കേസസ് നടത്തുകയായിരുന്നു. ക്യാൻസർ സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു. ഇന്റേണൽ മെഡിസിനിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഉള്ള ഡോക്ടറാണ്, ജസ്റ്റ് ലൈക്ക് അവർ ഡോക്ടർ ഹാനിമാൻ. അപ്പൊ അദ്ദേഹത്തിന്റെ ബുദ്ധിയിൽ ഒരു ജർമ്മൻ മൈൻഡ് എന്ന് പറയും, ജർമ്മൻ ബ്രെയിൻ. അപ്പൊ ജർമ്മൻ മൈൻഡ് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം എല്ലാ രോഗികളെയും ചികിത്സിച്ചിട്ട് മനസ്സിലാക്കി അതിൻ്റെ അകത്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് ടാബ്ലേറ്റ് ചെയ്ത് സ്റ്റഡി നടത്തിയപ്പോഴാണ് അദ്ദേഹം ഈ പറയുന്ന 5 ബയോളജിക്കൽ ലോസും. അപ്പം ഏത് കാരണം കൊണ്ടാണോ അയാളുടെ നോർമോട്ടോണിയ ഈസ് ഓൾട്ടർനേറ്റിംഗ് സിമ്പത്തിക്കോട്ടോണിയ ഡ്യൂറിങ് ഡേ ടൈം ആൻഡ് വൈഗോട്ടോണിയ ഡ്യൂറിങ് നൈറ്റ് ടൈം. ഇപ്പൊ നമ്മൾ സ്ലീപ്പിംഗ് അവേഴ്സിൽ നമ്മൾ വൈഗോട്ടോണിക് ഫേസ് ആണ് പ്രോമിനന്റ് ആവുന്നത്. ഡ്യൂറിങ് ദി ആക്ടിവിറ്റി ഫേസിൽ സിമ്പത്തിക്കോട്ടോണിക് എന്ന് പറയും. സിമ്പത്തറ്റിക് സിസ്റ്റം ഓഫ് നെർവസ് സിസ്റ്റം ആണ് ആക്റ്റീവ് ആവുക. ഇതിനൊരു ഡിസ്റ്റർബൻസ് വരുവാണ് ഡ്യൂ ടു ദീസ് കോൺഫ്ലിക്റ്റ്. അങ്ങനെയാണ് ആ ഡിസ്റ്റർബൻസ് ഇറ്റ് സ്റ്റാർട്ട്സ് ആൻഡ് ഇറ്റ് കണ്ടിന്യൂസ് ടിൽ ഓർ അണ്ടിൽ ആൻഡ് അൺലെസ് ഈസ് റിസോൾവിങ് ദാറ്റ് കോൺഫ്ലിക്റ്റ് ദാറ്റ് വിൽ ബി കണ്ടിന്യൂയിങ്. അതിനെയാണ് നമ്മൾ കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഫേസ് ആഫ്റ്റർ ദി DHS till the resolution of, if at all resolution happens. In many cases, if the resolution is not happening, then he will go on suffering because of that particular. About healing phase, Allah, he will be conflict active throughout the period, and that can take away his appetite, take away his sleep, constantly thinking about the conflict. These symptoms only he can go without his proper normal food, and finally he can die even. അപ്പോൾ ഇത് സാധാരണ നടക്കാറില്ല. കാരണം പ്രകൃതി സാധാരണഗതിയിൽ ഈ വ്യക്തിയെ ഹെൽപ്പ് ചെയ്യും. എങ്ങനെ? യു ജസ്റ്റ് ഫോർഗെറ്റ് ഇറ്റ്. കാലം എല്ലാം മറക്കുമെന്ന് പറയാറില്ല. അപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ആയിട്ടുള്ള വ്യക്തി പോലും പല കേസുകളിലും അത് റിസോൾവ് ചെയ്യും. പക്ഷെ റിസോൾവ് ചെയ്യുമ്പോഴാണ് സിംറ്റംസ് ഉണ്ടാവുക. സോ ആ റിസോൾവ് ചെയ്ത മുതൽ അത് എൻഡ് ചെയ്ത് പഴയ രീതിയിലേക്ക് ആകുന്നത് വരെയുള്ള സമയത്ത്. അപ്പോ ഈ രണ്ടാമത്തെ സ്റ്റേജിൽ, അതായത് അതിന് ഹീലിംഗ് ഫേസ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ റിപ്പയറിംഗ് ഫേസ് എന്ന് പറയും, ബൈ വിച്ച് ദി നേച്ചർ ഈസ് റിപ്പയറിംഗ് ദി ഇൻഡിവിജ്വൽ ടു കം ബാക്ക് ടു ഹിസ് ഒറിജിനൽ പൊസിഷൻ. നമ്മൾ പ്രെഡിക്റ്റീവിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നതാണ് ഡോക്ടർ പ്രഫുൽ വിജയക്കർ എപ്പോഴും, റിസ്റ്റോറേഷൻ ഓഫ് ദി സിക്ക്, റിസ്റ്റോറിങ് ടു ദി പ്രീവിയസ് സിറ്റുവേഷൻ. അപ്പൊ നോർമോട്ടോണിയയിലേക്ക് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ചെയ്യുന്ന പ്രകടനങ്ങളാണ് എല്ലാ ഡിസീസസ്. സോ എന്നിട്ട് എന്താണ് പിന്നെ അത് ചിലതൊക്കെ വളരെ സീരിയസ് ആകുന്നത്? ബിക്കോസ് ദി പേഴ്സൺ ഹാസ് ബീൻ സഫറിങ് ഓർ ഹി ഹാസ് ബീൻ അറ്റാക്ഡ് ബൈ എ വെരി സീരിയസ് കോൺഫ്ലിക്റ്റ്. അതുകൊണ്ടാണ് സിംറ്റംസ് ഓൾസോ വിൽ ബി അക്കോർഡിംഗ് ടു ദി ഇന്റൻസിറ്റി ആൻഡ് ഡ്യൂറേഷൻ ഓഫ് ദി കോൺഫ്ലിക്റ്റ്. അതിനെ കോൺഫ്ലിക്റ്റ് മാസ് എന്നാണ് പറയുക. Both the intensity of the conflict and the duration of the conflict, both of them together is known as conflict mass. So depending upon the conflict mass, the symptoms of healing will be manifested on the body. And that if the individual is not able to understand, yes, this is the problem and this is how I have been suffering from this particular conflict during the conflict activity, now I have to resolve so that I may come back to, so I can voluntarily come back to normal stage. അതിനെയൊക്കെ നമ്മൾ വളരെ ഈസി ആയിട്ട് നമ്മൾ പറയുന്നത് സോറി കേസസ്. ഫോർ എക്സാമ്പിൾ, ഇഫ് ദി ഇൻഡിവിജ്വൽ നോസ് ദാറ്റ് ദിസ് ഡയറിയ, ദിസ് നീസിങ്, ഓർ ദിസ് കോമൺ കോൾഡ്, ഓർ ദിസ് ഇറപ്ഷൻസ്, ദിസ് റാഷസ്, ദിസ് ഹീറ്റ്, ദിസ്, അത് ഓക്കെ, അല്ലെങ്കിൽ അതിന്റെ കാരണം നമ്മൾ കണ്ടുപിടിച്ച ഹീലിംഗ് സ്റ്റേജിൽ ഹി വിൽ ബി വെരി കംഫർട്ടബിൾ. ഇത് നമ്മൾ പലപ്പോഴും അറിയാതെ നമ്മൾ പനി താത്താൻ ഏതാണ് മരുന്ന്, സോ പനി ചികിത്സിക്കുന്ന ഏതാണ്, ബ്രയറസ്റ്റോസ്ക,
അങ്ങനെ നമ്മൾ മെഡിസിൻ വാട്ട് ഈസ് ടു ബി ഡൺ, നിങ്ങൾ കൊടുത്തോളൂ, ഞാനും കൊടുക്കുന്ന ആളാണ് മെഡിസിന്. എല്ലാ കേസിലും എന്ന് പറയാം, ഓൾമോസ്റ്റ് ഓൾ കേസസിൽ ഞാൻ ഹോമിയോപ്പതി മെഡിസിൻ കൊടുക്കും. ബട്ട് എൻ്റെ പ്രയോറിറ്റി ആദ്യം ഞാൻ ഈ ഡിസീസിനെ കുറിച്ച് പറഞ്ഞ് അവരെ മനസ്സിലാക്കിയതിന് ശേഷമാണ് പോകും. തേർഡ് ലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ബോഡി സെൽസും അല്ലെങ്കിൽ ടിഷ്യൂ ദേ ആർ ഒറിജിനേറ്റിംഗ് ഫ്രം എ പർട്ടിക്കുലർ primordial layer of tissue, we call it as germinal layers. അതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. There are 3 layers during the phase we called blastocyst on 13th day of fertilization, and thereafter it divides again. The middle layer again divides into one more layer, that is old mesoderm and new mesoderm. അപ്പോൾ ഈ 4 ലെയർ, 1 എൻഡോഡേം ഡിറൈവ്ഡ് ആയിട്ടുള്ള ടിഷ്യൂസ്, സോറി എന്നെ കാണാമോ അനിത? എനിക്കൊരു ടെക്നിക്കൽ പ്രശ്നം വന്നു. കാണാം സാറേ, കാണാം, കാണുകയും കേൾക്കുകയും ചെയ്യാം, രണ്ടും ഓക്കെ. ഓക്കെ, എന്താണ് സംഭവിക്കുന്നത്? ഓക്കെ, അപ്പോൾ തേർഡ് ലോ ഇങ്ങനെയാണ്. അതായത് നമ്മുടെ ഓരോ ടിഷ്യൂവിലും ഉണ്ടാകുന്ന ചേഞ്ചസ്, ദേ ആർ ഓൾ ഡിപ്പെൻഡിങ് അപ്പോൺ ദർ പർട്ടിക്കുലർ ജെർമിനൽ ലെയർ. ഇപ്പൊ എക്ടോഡേം ഡിറൈവ്ഡ് ആയിട്ടുള്ള ടിഷ്യൂസിന് ഒരു പ്രത്യേക രീതിയിലുള്ള ചേഞ്ചസ് ആണ് ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസ് ആൻഡ് ഡ്യൂറിങ് ഹീലിംഗ് ഫേസ് അനദർ ഡിഫറെന്റ്. അപ്പം ഫോർ എക്സാമ്പിൾ, എൻഡോഡേം ഡിറൈവ്ഡ് ആയിട്ടുള്ള ടിഷ്യൂസ് കൺട്രോൾഡ് ബൈ ദി ബ്രെയിൻ സ്റ്റം, അത് ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിൽ ദർ വിൽ ബി മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ദി സെൽസ്. ഇപ്പൊ നമ്മൾ ട്യൂമറായിട്ട് അല്ലെങ്കിൽ ഗ്രാനുലേഷൻ ടിഷ്യൂ എന്നൊക്കെ നമ്മൾ പറയും, അല്ലെങ്കിൽ എന്തെങ്കിലും അഡീഷണൽ ടിഷ്യൂ, ദേ ആർ ഓൾ ഹാവിങ് ഡ്യൂറിങ് ദി കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസ്. ഇൻ ദി കേസ് ഓഫ് the what you call endoderm derived ആയിട്ടുള്ള ടിഷ്യൂസ്. ഇപ്പൊ endoderm derived ആയിട്ടുള്ള ടിഷ്യൂസ് ആണ് ഓൾഡ് മീസോഡേം, അല്ല സോറി, ഓൾഡ് ബ്രെയിനിന്റെ പ്രധാനപ്പെട്ട ഭാഗം. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു ദി നോളജ് വി ഗോട്ട് ഫ്രം ദി എവല്യൂഷൻ ആൻഡ് ഓൾസോ ഫ്രം ദി എംബ്രിയോളജി. ഇപ്പൊ എവല്യൂഷൻ അനുസരിച്ചിട്ട് ഇനീഷ്യൽ ബീയിങ് വി ബിലീവ് ദാറ്റ് ദേ വർ ഇൻ വാട്ടർ. അപ്പൊ അമീബ മുതൽ അങ്ങനെ ലാൻഡിലേക്ക് വരുന്ന ആ ഒരു സ്റ്റേജ് വരെ they were concerned only about their eating or nutrition, ingestion, taking in food and excretion, number 2, and procreation, multiplication. ഈ 3 കാര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ലാൻഡിലേക്ക് വന്നപ്പോഴാണ് they started breathing, that is how lungs developed. അപ്പോൾ ഇങ്ങനെയുള്ള ഇവോല്യൂഷനും കൂടെ പഠിച്ചാലേ നമുക്ക് ഓരോ ടിഷ്യൂവിൻ്റെ റോൾ മനസ്സിലാകത്തുള്ളൂ. ഈ ഇനീഷ്യലായിട്ട് ഡെവലപ്പ് ചെയ്ത ഓർഗൻസ് ആണ്, എവല്യൂഷണറി നോളജ് ആണ്, അത് കൺട്രോൾഡ് ബൈ ദി ബ്രെയിൻ സ്റ്റം ഇൻ ദി കേസ് ഓഫ് ബ്രെയിൻ. അത് കഴിഞ്ഞിട്ട് ന്യൂ മീസോഡേം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓൾഡ് മീസോഡേം, ന്യൂ മീസോഡേം. ഓൾഡ് മീസോഡേം ടിഷ്യൂസ് ഡിറൈവ്ഡ് ഫ്രം old mesoderm derived tissues are controlled by the cerebellum. New mesoderm derived tissues controlled by the cerebral medulla, and the ectoderm derived tissues controlled by the cerebral cortex, which ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞാണ്. അതിൻ്റെ ഈ വെർട്ടിഗോ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പൊ ഈ ബ്രെയിനും എവല്യൂഷണറി നോളജും കൂടെ ചേർത്തിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഓരോ ടിഷ്യൂവിൻ്റെ എംബ്രിയോളജി മനസ്സിലാക്കിയിട്ട്, നമ്മൾ ഈ കാര്യത്തെ ഈ പത്തോളജി എന്ന് പറയുന്ന GNM-ലില്ല, GSK-ലില്ല. അപ്പോൾ ഈ ചേഞ്ചസ് ഹാപ്പനിങ് ഇൻ ദി ടിഷ്യൂ, ഇതിനെ മനസ്സിലാക്കുന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഫോർത്ത്, ആസ് ഇറ്റ്സ് എ കോൺട്രവേഴ്സി ഫോർ മെനി ഓഫ് ദി doctors, practitioners of medicine, that means what Dr. Hammer very boldly said is that none of the microorganisms are our enemies. There are no contagious disease. Disease cannot migrate or transfer from me to another person, or I will not become sick due to some other organisms traveling or migrating into my system. They cannot, because they are not designed like that. അങ്ങനെയല്ല അവരെ സൃഷ്ടിച്ചിരിക്കുന്നത്. അവർ നമ്മുടെ
ജസ്റ്റ് ഹൗസ്കീപ്പിംഗ് ജോബ് ചെയ്യുന്നവരാണ്, സ്കാവഞ്ചേഴ്സാണ്. ദെൻ ആൻഡ് ദെയർ അവർക്ക് ഡെപ്യൂട്ടി ചെയ്തിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള ഡിമാർക്കേറ്റ് ചെയ്തിട്ടുള്ള ഫങ്ഷൻസ്, അവരുടെ ജോലി അത് മാത്രം. അപ്പോൾ ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി in tissues controlled from the brain by the brain stem and derived from the old brain, that is the endoderm derived tissues. അവിടെ ട്യൂമർ ഉണ്ടാകുന്നത് ഡ്യൂറിങ് ദി ഹീലിംഗ് ഫേസിൽ അതിനെ ഡിസോൾവ് ചെയ്യുക, ടു ടേക്ക് അവേ ഓർ റിമൂവ് ഫ്രം ദി ബോഡി. ഇത് ചെയ്യുന്നിടത്ത് ചില ചേഞ്ചസ് വിൽ ബി ദർ, ഫ്ലം വിൽ ബി ദർ, പസ് വിൽ ബി ദർ, mycobacterial activity will be there, fungus will be there, all the other bacteria depending upon the tissue, they all will be active. ഞാൻ പണ്ട് ക്ലാസ്സിലൊന്നും പറയുന്നത്, അതായത് നമ്മളൊരു ഒരു ബിൽഡിങ്ങിന് തീ പിടിച്ചു കഴിഞ്ഞാൽ ഉടനെ അവിടെ ഫയർ ഫോഴ്സ് അവിടെ എത്തും. അപ്പോൾ നമ്മൾ കാണുമ്പോൾ ഈ വീടിന്റെ മേലിൽ ഒത്തിരി ഈ ഫയർ എൻജിൻ അല്ലെങ്കിൽ എന്താ പറയുക, ഫയർ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യുന്ന വ്യക്തികൾ ഇങ്ങനെ വെള്ളം ചീറ്റുന്നു, തീ കെടുത്താൻ നോക്കുന്നു. അപ്പോൾ നമ്മൾ മാറി നിന്നിട്ട് നോക്കുകയാണ്, ഇവരാണ് ഈ കെട്ടിടത്തിന് തീയിട്ടത് എന്ന് പറയുന്നത് പോലെയാണ് രോഗാണുക്കളെ ഏതെങ്കിലും ഒരു ടിഷ്യൂവിൽ ഈ പറയുന്ന ഡിസീസ് നടക്കുന്ന ആ മേഖലകളിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു ലൊക്കേഷനാണ് അവിടെ കണ്ടതുകൊണ്ട് ദിസ് microorganisms have caused this particular situation എന്ന് നമ്മളോട് പറയുന്നതാണ്. കാരണം they don't have any understanding about this mind, the importance of the psyche. അതുകൊണ്ട് yes, that particular disease area, നമ്മൾ പറയുന്ന ആ ഒരു സൈറ്റിൽ അവിടെ ഓർഗാനിസംസിനെ കണ്ടു, അതുകൊണ്ട് ഓർഗാനിസംസ് ആണ് രോഗമുണ്ടാക്കുന്നത് എന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ വസ്തുത മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും റോൾ ഓഫ് ദി microorganisms. They are not our enemies. They are given deputed with a particular job to do in our system. നമ്മുടെ ഓർഗാനിസം ജനിക്കുമ്പോൾ തന്നെ, അത് പണ്ടൊക്കെ നമ്മുടെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് സ്റ്റെറൈൽ ഫ്ലൂയിഡ് ആണെന്നൊക്കെ വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ പറയുന്ന ഇറ്റ്സ് എ ഫുൾ ഓഫ് കോളനി ഓഫ് മൈക്രോ ഓർഗാനിസംസ്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ ഏതാണ്ട് 10% എന്നൊക്കെ ചിലർ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ 10% of the whole body. ചിലയിടത്ത് ഞാൻ വായിച്ചിട്ടുണ്ട് 5 kilograms ഒരു അഡൾട്ടിന്റെ. ഇങ്ങനെ പല രീതിയിൽ that much weight is that of the microorganisms. അപ്പം രോഗാണുക്കൾ രോഗമുണ്ടാക്കുമെന്ന് എന്നെ ശ്രമിക്കുന്ന നിങ്ങളുടെ എല്ലാ മനസ്സിലുള്ള ഉറച്ച വിശ്വാസമാണ്. കാരണം നമ്മൾ അങ്ങനെയാണ് പഠിച്ചത്. അവര് പഠിച്ചത് നമ്മളെ പഠിപ്പിച്ചു, അല്ലെങ്കിൽ അത് തന്നെയാണ് നമ്മുടെ, ഇതൊക്കെ ഞാൻ ഹിസ്റ്ററി പറഞ്ഞതാണ്, നമ്മുടെ സിലബസ് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് മറിച്ച് ചിന്തിക്കാനായിട്ട് നമുക്ക് സാധ്യമാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ബുദ്ധിപൂർവ്വം ആലോചിക്കണം. ഇന്ന് ഞാൻ വെള്ളത്തിൽ നനഞ്ഞു അല്ലെങ്കിൽ വെള്ളത്തിൽ കുളിച്ചു, ഇന്ന് ജലദോഷം പിടിച്ചു, അതും ഓർഗാനിസം എൻ്റെ മൂക്കിലൂടെ കയറി എൻ്റെ 60, 70, 80 കിലോ ഉള്ള എന്നെ അറ്റാക്ക് ചെയ്തിട്ട് എത്ര എണ്ണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. 1 ആണോ 2 ആണോ 3 ആണോ, അല്ലെങ്കിൽ 1 ആണോ 100 ആണോ 1000 ഓർഗാനിസംസ് ആണോ എൻ്റെ നേസൽ മ്യൂക്കോസയിൽ കയറി ആക്റ്റീവ് ആയത് എന്ന് പറയുന്നത്. അപ്പൊ അതൊരു വലിയ ചാപ്റ്ററാണ്, ഞാൻ അതിനെക്കുറിച്ചൊന്നും വിശദമായിട്ട് പറയുന്നില്ല. അപ്പം ഡോക്ടർ ഹാമർ വളരെ ബോൾഡായിട്ട് റവല്യൂഷണറി ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു. There are no infectious diseases. There are no contagious diseases. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആകെ നമ്മുടെ നോളജ് എല്ലാം ഡിസ്റ്റർബ്ഡ് ആകും. What about the epidemics? What about the pandemics? What about the so-called infectious diseases എല്ലാം? ഇപ്പോൾ രോഗം എന്ന് പറഞ്ഞാൽ കോൺഫ്ലിക്ട്സ് ഹാപ്പനിങ് ഇൻ ദി സൈക്കിക് ലെവൽ മാത്രമാണ് എന്നുള്ളതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള കാര്യം. കഴിഞ്ഞ ദിവസം ഇതേ പ്ലാറ്റ്ഫോമിൽ ഞാൻ ക്ലാസ് എടുത്തതിന് ശേഷം ഡോക്ടർ ലാസർ, നമ്മുടെ ഹോമിയോപ്പതി പ്രിൻസിപ്പിൾ, നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഡിസീസ് കോസ് ഈസ് ഇഞ്ചുറി, റൈറ്റ്? ഇഞ്ചുറി മീൻസ് വാട്ട്? സംതിങ് അന്റാഗോണിസ്റ്റിക്, സംതിങ് ഏതാണ്ട് എനിക്ക് ഇഷ്ടമില്ലാത്ത, എൻ്റെ ശരീരത്തിന് പറ്റാത്ത, താങ്ങാത്തത്. ശരിയാണ്. പക്ഷെ അത് ഫിസിക്കൽ ലെവലിൽ മാത്രമല്ല എന്നുള്ളത് എന്നെ ശ്രമിക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ. ഫിസിക്കൽ ലെവലിലുള്ളതിനെ നമ്മൾ പ്രത്യേകം ഡോക്ടർ ഹാമർ വേർതിരിച്ച് പറഞ്ഞിട്ടുണ്ട്. There are 3 exceptions for the general rule of psychic causation of diseases. അത് ഞാൻ ആദ്യമേ പറഞ്ഞതാണ്.
നമ്പർ 1 ഈസ് ട്രോമ അല്ലെങ്കിൽ ആക്സിഡൻസ്, ഇഞ്ചുറീസ്. അപ്പോൾ അത് രോഗമുണ്ടാക്കണം എന്ന് നിയമമില്ല, അല്ലെങ്കിൽ അത് രോഗമല്ല, അത് ആക്സിഡന്റ് ആണ്. ഇറ്റ് ഹാപ്പൻ. ഒരു ഫോൾ ഉണ്ടായി, ഒരു മോട്ടോർ കൊളീഷൻ ഉണ്ടായി, 2 വണ്ടികൾ കൂട്ടിയിടിച്ചു, അല്ലെങ്കിൽ തീ പിടിച്ചു, ആരെങ്കിലും സ്റ്റാബ് ചെയ്തു, അല്ലെങ്കിൽ വി മെറ്റ് വിത്ത് സം ആക്സിഡന്റ്. ഇതെല്ലാം നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നതാണ്. പക്ഷെ ബോഡിയിൽ ഉണ്ടാകുന്ന രോഗമായി മാറിയാലെന്നൊന്നല്ല പറയുന്നത്. അത് ഹൗ ഫാർ ഇറ്റ് വിൽ, അതിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ചൊക്കെ നമ്മുടെ മൈൻഡിനെ അത് അഫക്റ്റ് ചെയ്യും. അതനുസരിച്ചിട്ട് നമ്മുടെ വൈറ്റൽ ഫോഴ്സ് അല്ലെങ്കിൽ വൈറ്റൽ ആയിട്ടുള്ള സ്ട്രെങ്ത് ഡൗൺ ആകും. അങ്ങനെയൊക്കെ നമുക്ക് കാര്യം. അപ്പോൾ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് അല്ല പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. 4th ബയോളജിക്കൽ ലോസിൽ പറയുന്നതാണ്. അതായത് രോഗാണുക്കൾ കയറിയിട്ട് നമ്മളെ രോഗിയാക്കുകയല്ല ചെയ്യുന്നത്. അത് തന്നെയാണ് അടിസ്ഥാനപരമായിട്ട് ഹോമിയോപ്പതിയുടെ തത്വം. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മൾ പറയുമ്പോഴും പ്രാക്ടീസ് ചെയ്യുമ്പോഴും രോഗികളോട് പറയുമ്പോഴും ഒക്കെ നമ്മൾ അറിയാതെ ഈ രീതിയിൽ, അതായത് ഏത് രീതിയിൽ, അലോപ്പതി എന്ന് പറയുന്ന കൺവെൻഷണൽ മെഡിസിൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് പറയാനാണ് നമുക്ക് സാധ്യതയുള്ളത്. കാരണം നമ്മൾ പലരെയും ഭയപ്പെടുന്നു, അല്ലാതെ പറയാനായിട്ട് നമുക്ക് പറ്റത്തില്ല. അവർ പറയുന്ന പോലെ പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ജനങ്ങളെല്ലാം അത് തന്നെയാണ് പഠിക്കുന്നത്. ജനങ്ങൾ ആ ഭാഷയിലേ നമ്മളോട് സംസാരിക്കത്തുള്ളൂ. ചിക്കൻ ബോക്സിന് പ്രിവെൻറ്റീവ് ഉണ്ടോ എന്നേ ചോദിക്കത്തുള്ളൂ. അല്ലാതെ ചിക്കൻ ബോക്സ് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്ന് ആരും പറയത്തില്ല, നമ്മളും പറയത്തില്ല. നമുക്ക് പ്രിവെൻഷൻ ഉണ്ടെന്ന് പറയും, എന്നിട്ട് നമ്മളത് കൂടും. അപ്പോൾ ഞാൻ ഈ 4th ബയോളജിക്കൽ ലോസിനെ കുറിച്ച് കുറച്ച് കൂടുതൽ പറഞ്ഞു എന്നുള്ളൂ. 5th ബയോളജിക്കൽ ലോ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് കോൾഡ് ദി ക്വിൻറ്റെസൻസ് ഓഫ് ദി ബയോളജിക്കൽ ലോസ് ഓഫ് നേച്ചർ. ക്വിൻറ്റെസൻസ് എന്ന് പറഞ്ഞാൽ എസെൻഷ്യൽ തിങ്, ഏറ്റവും പ്രധാനപ്പെട്ട, കച്ചിക്കുറുക്കിയെ പറയുവാണെങ്കിൽ ഡിസീസ് എന്ന് പറയുന്നത് മനുഷ്യനായാലും മൃഗങ്ങളായാലും നമ്മുടെ അതിജീവനത്തിന് വേണ്ടി നമുക്ക് അനുകൂലമായിട്ട് പ്രകൃതി മാതാവ് അല്ലെങ്കിൽ ദൈവം നമ്മുടെ ഉള്ളിൽ എവല്യൂഷന്റെ ഏതോ ഘട്ടത്തിൽ ഇൻസ്റ്റാൾ ചെയ്ത, ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് റൺ ചെയ്യുന്ന പ്രോഗ്രാംസ് ആണ് ഡിസീസ് എന്നുള്ളതാണ് ജർമ്മൻ ന്യൂ മെഡിസിന്റെ പ്രധാനപ്പെട്ട പ്രബോധനം. അപ്പോ ഇപ്പൊ ആദ്യം തുടങ്ങിയപ്പോഴധികം പേരുണ്ടായിരുന്നില്ല. ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച നടത്തണമെങ്കിൽ നമുക്ക് അങ്ങനെ ഇന്നത്തെ ക്ലാസ് മുമ്പോട്ട് പോകാം. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചിരുന്ന വിഷയം എങ്ങനെ അത് ഹോമിയോപ്പതി പ്രാക്ടീസിൽ ഉപയോഗപ്പെടുത്തണമെന്നുള്ളതാണ്. അപ്പം എൻ്റെ ക്ലിനിക്കിലും വരുന്നത്, ഞാനൊരു GNM പ്രാക്ടീഷണർ ആണെന്ന് അറിഞ്ഞിട്ടല്ല വരുന്നത്. അങ്ങനെ വരുന്നവരെല്ലാവരും ഓൺലൈൻ വരുന്നവരാണ്. എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള, എനിക്കൊരു ഇന്ത്യയിലെ ഒരു പക്ഷേ എല്ലാ സംസ്ഥാനത്തു നിന്നും പേഷ്യൻസ് വരുന്നുണ്ട്. ഇവരെല്ലാം ഓൺലൈനായിട്ടാണ് വരുന്നത്. ഇപ്പം സമീപസ്ഥമായിട്ടുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്. അപ്പം അല്ലാതെ വാക്കിൻ പേഷ്യൻസ് ആയിട്ട് വരുന്നവരെല്ലാവരും എൻ്റെ അടുത്ത് വരുന്നത് ഹോമിയോപ്പതി ഡോക്ടറായിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു രോഗി വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഞാൻ അത് ഹോമിയോപ്പതി മെത്തേഡ്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് GNM കൂടെ അപ്ലൈ ചെയ്ത് അവരെ പഠിപ്പിച്ചിട്ട് എങ്ങനെയാണ് അത് നമ്മുടെ ഒരു ഹോമിയോപ്പതി മെഡിസിൻ കണ്ടെത്താനും അതിന് രോഗിക്ക് അനുകൂലമായിട്ടുള്ള ചികിത്സ കൊടുക്കാനൊക്കെ സഹായിക്കുക എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറയാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വിഷയം ഇത്രയും സമയത്തിനുള്ളിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് പറയാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. സാറേ, PCODയെ കുറിച്ച് സാർ ഒന്ന് പറയുവാണെങ്കിൽ. ആയിരക്കണക്കിന് രോഗങ്ങൾ ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരെണ്ണം മാത്രമാണ് PCOD, പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ്. ഇപ്പോൾ ഓവറി എന്ന് പറയുന്നതിന് ഞാൻ പറഞ്ഞല്ലോ, അത് എല്ലാ ടിഷ്യൂവും എംബ്രിയോളജിക്കലി ഡിറൈവ് ചെയ്തത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ 4 ഭാഗത്തു നിന്ന് തന്നെയാണ്. എന്നോട് ഡോക്ടർ ഗ്രീഷ്മ ചോദിച്ചിരിക്കുന്നു ഡെല്യൂഷൻസിനെ കുറിച്ച് പറയാൻ പറ്റുമോ. അത് ഞാൻ പിന്നീട് പറയാം. എന്നോട് ഇപ്പോൾ അനിത ഡോക്ടർ ചോദിച്ചിടത്ത് പോകാം. അപ്പോൾ ഓവറി ഹാസ് ഗോട്ട്, അതിൻ്റെ ക്യാപ്സ്യൂളൊക്കെ മാറ്റി കഴിഞ്ഞാൽ അതിൻ്റെ 2 ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഒന്ന്, അതിൻ്റെ ഗമേറ്റ്സ് എന്ന് പറയുന്ന ആ സെല്ലുകൾ വിച്ച് ആർ important for the fertilization, that also producing the hormones, estrogen അല്ലെങ്കിൽ female hormones. But it has got a tissue that is called parenchyma of the ovary എന്ന് പറയും. അപ്പോൾ PCOD എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ a change happening in the parenchyma of the ovary ആണ്. റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡ്, 2 ഓവറി ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം.
right side represents the father before marriage or getting a spouse, or she is related to, or നമ്മൾ പറയാം റിലേഷൻഷിപ്പിലാണ്. സോ റിലേഷൻഷിപ്പിലായിരിക്കുന്ന ഒരു പെൺകുട്ടി അന്നേരം മുതലേ ഈ സ്പൗസിനെ കാണുന്നത്, അല്ലെങ്കിൽ ബോയിയെ കാണുന്നത്, ബോയ് ഫ്രണ്ടിനെ കാണുന്നത് എൻ്റെ വുഡ് ബി ആയിട്ടാണ്, എൻ്റെ ഭാവിയിൽ എൻ്റെ കുട്ടികളുടെ അച്ഛനായിട്ടാണ് കാണുന്നത്. അപ്പോൾ അദ്ദേഹവും റൈറ്റ് സൈഡിൽ വരും. അപ്പോൾ ഫാദർ ബിഫോർ മാരേജ് ആൻഡ് ഡ്യൂറിങ് റിലേഷൻഷിപ്പ് ആൻഡ് ദെയർ ആഫ്റ്റർ മാരേജ്, സ്പൗസ് ഈസ് ദി റൈറ്റ് സൈഡ് ഓവറിയുടെ റെസ്പോൺസിബിൾ പേഴ്സൺ. അല്ലെ അവിടെ ഉണ്ടാകുന്ന കോൺഫ്ലിക്ട്സ് കാരണം ഉണ്ടാകുന്നത് ഈ പറയുന്ന പാർട്ട്ണർ സൈഡ് എന്നാണ് പറയുന്നത്, പാർട്ട്നേഴ്സ്. ലെഫ്റ്റ് സൈഡ് ഓവറി റെപ്രസെന്റ്സ് ദി മദർ ബിഫോർ മാരേജ് ആൻഡ് ആഫ്റ്റർ ഗെറ്റിംഗ് ചിൽഡ്രൻ. അപ്പൊ മദർ ആൻഡ് ചൈൽഡ് സൈഡ് എന്നാണ് ലെഫ്റ്റ് സൈഡ് പറയുന്നത്, റൈറ്റ് സൈഡ്. അപ്പൊ ഞാൻ പറഞ്ഞില്ല, എല്ലാ ടിഷ്യൂവിലും ചേഞ്ചസ് ഉണ്ടാകണമെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചേഞ്ചസ് ഇൻ ദി സൈക്കിക് ലെവലിൽ ഉണ്ടാകണം. For ovary, as you know, it is the most important reproductive organ in the case of females. അപ്പൊ അതിന്റെ ഫങ്ഷൻ എന്താണ്? അതിന് ഈ ഓവുലേഷൻ നടത്തുന്നതും, അല്ലെങ്കിൽ ഗമേറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഓരോന്ന് മന്ത്ലി ആയിട്ട് ഓവുലേഷൻ നടത്തുന്നു ഫ്രം ബോത്ത് സൈഡ്സ്. പക്ഷേ PCOD എന്ന് പറയുന്നത് ഈ ഗമേറ്റ്സ് അല്ലെങ്കിൽ ജെർമിനൽ ആയിട്ടുള്ള ആ ഒരു മേഖലയിലല്ല, അതിൻ്റെ ഉള്ളിലുള്ള പാരൻകൈമ എന്ന് പറയുന്ന ടിഷ്യൂ ആണ്. അപ്പൊ പാരൻകൈമ ഈസ് ഒറിജിനലി ഡിറൈവ്ഡ് ഫ്രം ദി ന്യൂ മീസോഡേം, അണ്ടർസ്റ്റാൻഡ്. ആൻഡ് ദി ഗമേറ്റ്സ് അല്ലെങ്കിൽ നമ്മൾ പറയും ഓവറിയിൽ ഉണ്ടാകുന്ന പുതിയ കോശങ്ങളെ, അല്ലെങ്കിൽ പുതിയ ഓവുലേഷനിലേക്ക് പോകുന്ന, മച്യൂർ ചെയ്യുന്ന അതൊക്കെ endoderm derivatives, because that is the most primary എന്താ പറയുക ടിഷ്യൂ. പാരൻകൈമയിലേക്ക് വരുമ്പോഴത്തെ ഞാൻ പറഞ്ഞു അത് ഈസ് derived from the new mesoderm. അതുകൊണ്ട് ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റിയിൽ എന്ത് സംഭവിക്കും? there will be a multiplication. During the conflict activity there will be cellular depletion. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there will be destruction of the cells within the parenchyma of the ovary. So again remember, left side ആണെങ്കിൽ it is a mother and child side, right side ആണെങ്കിൽ partner side. But the father ആവാം before marriage, you got it. അപ്പം ഹസ്ബൻഡ് റിലേറ്റഡ് ആയിട്ട് റൈറ്റ് സൈഡിൽ, അല്ലെങ്കിൽ പാർട്ട്ണർ റിലേറ്റഡ് ആയിട്ടുള്ള റൈറ്റ് സൈഡിൽ, അല്ലെങ്കിൽ ഫാദർ റിലേറ്റഡ് ആയിട്ടുള്ളത് റൈറ്റ് സൈഡ്. ലെഫ്റ്റ് സൈഡ് മദർ റിലേറ്റഡ് ബിഫോർ മാരേജ്. അപ്പൊ എന്താണ് ഈ റിലേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് കോൺഫ്ലിക്റ്റ്. വെരി സ്പെസിഫിക് കോൺഫ്ലിക്റ്റ് ഈസ് ദർ വിച്ച് അഫക്ട്സ് ദാറ്റ് പർട്ടിക്കുലർ ഓർഗൻ കോൾഡ് ഓവറി. ആൻഡ് വാട്ട് ഈസ് ദാറ്റ്? ഇറ്റ് ഈസ് കോൾഡ് ലോസ് കോൺഫ്ലിക്റ്റ്. ഇത് മറന്നേക്കരുത്, ഇറ്റ് ഈസ് ലോസ് കോൺഫ്ലിക്റ്റ്. What is loss conflict? It is not about the loss of a property, loss of a image, self-worth, or property, or belongings. No. This is all about a person whom I lost from my life. But I lost my father, right side. Or I lost my relationship with the guy whom I thought would be my children's father. അതാണ് നമ്മൾ ഒരു ഗേൾ ഇൻറ്റിമസിയിലാകുന്ന സമയം മുതൽ ചിന്തിക്കുന്നത് എൻ്റെ കുട്ടികളുടെ അച്ഛനാവാൻ പോകുന്ന ആളാണ് എന്നുള്ളതൊക്കെയാണ് അങ്ങേയറ്റം വരെ ചിന്തിച്ചിട്ട് പോകുന്നത്. അപ്പോൾ ആ വ്യക്തി എന്നിൽ നിന്നും പോയി. I lost him. He went after some other girls, maybe. Or he died, maybe. He broken my relationship, maybe. Or ആദ്യം ഞാൻ പറഞ്ഞത് father died, or father went after other girls, other ladies. ഇതെല്ലാമാണ് റൈറ്റ് സൈഡ് ഓവറി അഫക്റ്റ് ചെയ്യാനുള്ള കാരണം. ഇനി എന്താണ് അഫക്റ്റ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, ഡ്യൂറിങ് ദി കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി there will be cellular depletion, which will be repaired immediately once she is able to resolve that situation. അച്ഛൻ പോയെങ്കിൽ പോട്ടെ, ഇനി അച്ഛൻ തിരിച്ചു വരത്തില്ല, അല്ലെങ്കിൽ അച്ഛൻ നന്നായിട്ട് ജീവിച്ചാൽ മതി, അല്ലെങ്കിൽ അച്ഛനെ എനിക്ക് ഇനി തിരിച്ചു വരത്തില്ല, അച്ഛൻ മരിച്ചുപോയി, അല്ലെങ്കിൽ അച്ഛൻ വേറെ ആളുടെ കൂടെ ജീവിക്കുന്നു എന്ന് കേട്ടു, അച്ഛൻ വേറെ കല്യാണം കഴിച്ചു എന്ന് കേട്ടു, അച്ഛൻ അവിടെ മക്കളുണ്ടായെന്ന് കേട്ടു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ദിസ് ലേഡി വിൽ റിസോൾവ്. അതുപോലെ തന്നെ അതിനേക്കാളും
അപ്രധാനമായിട്ട് ഇന്ന് വളരെ കോമൺ ആയിട്ടുള്ളത് ഷീ ഹാഡ് എ റിലേഷൻഷിപ്പ്. അത് 10 വയസ്സിൽ 11 വയസ്സ് 12 വയസ്സിൽ പ്രേമം തുടങ്ങി, പ്രണയം തുടങ്ങി കഴിയുമ്പോഴത്തേക്കും ഓരോ രാത്രികളിലും സ്വപ്നം കാണുന്ന ഇയാളാണ് എൻ്റെ കുട്ടികളുടെ അച്ഛൻ എന്നാണ്, അല്ലെങ്കിൽ ഐ ആം ഗോയിങ് ടു ബി ഹിസ് വൈഫ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ബ്രേക്കപ്പ് എന്ന് വളരെ കോമൺ ആയിട്ടുള്ള സംഭവം ഉണ്ടാകുന്നത്. സോ ബ്രോക്കൺ. അപ്പോൾ ഇത് നിങ്ങൾക്കറിയാം, പണ്ടത്തേതുപോലെയൊന്നും അല്ല. ഇന്ന് വളരെ ഈസി ആയിട്ട്, വളരെ കോമൺ ആയിട്ട് മെയിൽ ഫീമെയിൽ ഇൻട്രാക്ഷൻസും മിംഗ്ലിങ്ങും സോഷ്യലൈസേഷനും എല്ലാം നടക്കുന്നത് കൊണ്ട് ഈ ഇൻട്രാക്ഷൻ വളരെ കൂടുതലാവുകയും അതുപോലെ തന്നെ ബ്രേക്കപ്പ് എന്ന് പറയുന്ന റിലേഷൻഷിപ്പ് നഷ്ടപ്പെടുന്നത് വളരെ കോമൺ ആവുകയും ചെയ്യും. സോ ഫോർ ദി ഗേൾ who thought that this guy would be my husband or my children's father, then he lost from my life. അപ്പൊ നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് ഇത്രയും കൂടുതലായിട്ട് ഈ ലോസ് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്. കൂടുതൽ പേര് ഈ പറയുന്ന റിലേഷൻഷിപ്പിൽ ഇടപെടുകയും അങ്ങനെ ഈ ബ്രേക്കപ്പ് നടക്കുമ്പോഴെല്ലാം അതിന് കണക്കായിട്ടുള്ള ഈ ഓവറിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് ഉണ്ടാകുന്നത്. ഇതുപോലെ തന്നെയാണ് ലെഫ്റ്റ് സൈഡിൽ. ഐ ഹാഡ് എ മദർ, ബട്ട് മദർ ഈസ് ലോസ്റ്റ് ഫ്രം മൈ ലൈഫ്. ഐ ഡോണ്ട് വാണ്ട് ഹെർ, അങ്ങനെയും വരാം. ഷീ ഈസ് നോ മോർ ഇൻ മൈ ലൈഫ്, അങ്ങനെ വരാം. ഷീ ഡിസ്കാർഡഡ് മീ ആസ് എ ചൈൽഡ്. ഞാനും നീയുമായിട്ടൊരു ബന്ധമില്ലെന്ന് പറയുന്ന ഒരു അമ്മയാവാം, അല്ല അമ്മയ്ക്ക് എന്നോട് സ്നേഹമില്ലെന്നുള്ള ബോധ്യമാവാം. അത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെയാണ് കുട്ടികൾ. ഒരു കുട്ടി മരിച്ചുപോയി, അല്ലെങ്കിൽ കുട്ടികൾ വളരെ അകന്നുപോയി, എന്നിൽ നിന്നും അകന്നുപോയി. അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചു ഈ മാസം ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുമെന്ന് വിചാരിച്ചു, പക്ഷെ പ്രഗ്നൻ്റ് ആയില്ല. ഡേറ്റ് ലേശം നീണ്ടുപോയി, ഞാൻ വിചാരിച്ചു ഐ ആം ഗോയിങ് ടു ബി ദി മദർ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഷീ ബിക്കെയിം എ മദർ മൈൻഡിൽ. കുറച്ച് കഴിയുമ്പോൾ മെൻസസ് വന്നു. പുള്ളിക്കാരി പോയി ടെസ്റ്റ് ചെയ്തു, നോ ദാറ്റ് വാസ് എ അബോർഷൻ എന്നോ അല്ലെങ്കിൽ. സോ ദാറ്റ് ഇസ് എ ലോസ്. ചിലർക്ക് അത് വല്ലാതെ ഫീൽ ചെയ്യും. അവർക്ക് PCOD ഉണ്ട്. എന്താണ് PCOD? ഇത് നമ്മൾക്ക് മോശമായിട്ടുള്ളതോ എന്തോ നമ്മളെ നശിപ്പിക്കാനോ എന്തോ മോരകോ ഒന്നുമല്ല. ഈ പറയുന്ന ഇനീഷ്യൽ ഫേസിൽ ഉണ്ടായ ചേഞ്ചസ്. എന്താണ് ഞാൻ പറഞ്ഞത്? സെല്ലുലാർ ഡിപ്ലീഷൻ, എ ലോസ് ഓഫ് സെൽസ് ഫ്രം ദി പരൻകൈമ ഓർ ദി സ്ട്രക്ചർ ഓഫ് ദി ഓവറി. ബട്ട് വൺസ് ഇറ്റ് ഈസ് റിസോൾവ്ഡ്, നിങ്ങൾക്കറിയാമല്ലോ ഇന്നത്തെ യങ് ജനറേഷൻ പ്രേമിക്കുന്നു, കുറച്ച് നാളൊക്കെ പ്രേമ നൈരാശ്യത്തിലൊക്കെ പോകുന്നു, പിന്നെ വീണ്ടും അവർക്ക് വേറെ റിലേഷൻ ഉണ്ടാകുന്നു. അന്നേരം ഇത് ഓട്ടോമാറ്റിക്കലി റിസോൾവ് ചെയ്യും. പക്ഷെ അവിടെ ആ ചേഞ്ചസ് ഉണ്ടാകും. എന്തിനു വേണ്ടിയിട്ടാണ് ആ ചേഞ്ച് ഉണ്ടാകുന്നതെന്നാണ് നമ്മൾ GNM ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. സോ ഇറ്റ് ഈസ് നത്തിങ് ഹാംഫുൾ ഫോർ അസ്. അത് എന്തിനാണ് ഒരു എല്ലാ രോഗങ്ങളുടെയും കാരണം PCOD ഇല്ലെങ്കിൽ, മെൻസസ് വന്നാൽ PCOD അല്ലെങ്കിൽ മെൻസ്ട്രുവൽ റെഗുലേഷൻ, എന്തെങ്കിലും മെൻസസിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അത് മെട്രോറേജി ആയിക്കോട്ടെ, മെനറേജി ആയിക്കോട്ടെ, അമിനോറിയ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പ്രൊലോങ്ഡ് മെട്രോറേജി, ഏത് കേസിലും ഈ ഇന്റേണൽ അൾട്രാസൗണ്ട് ചെയ്തിട്ട് മൾട്ടിപ്പിൾസ് ഓഫ് അൺനെസറി ഫൈൻഡിങ്സ് ഓഫ് PCOD ആണ് ഇന്ന് നടക്കുന്നത്. അല്ലാതെ ഇനി അതിനെക്കുറിച്ച് പറയാം. എന്താണ് ബയോളജിക്കൽ പർപ്പസ്? പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ്. പോളി എന്ന് പറയുന്ന ഒരു ഓവറി സിസ്റ്റിക് ആയാൽ പോലും അതിന്റെ പർപ്പസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് റിപ്പയറിങ്, ഹീലിംഗ്. That means that lady is already healed. Healed of what? That conflict. അന്നേരമാണ് അതിൽ ഈ പറയുന്ന പോളിസിസ്റ്റ് ഉണ്ടാകുന്നത്. സിസ്റ്റ് ഈസ്, ആസ് യു നോ, ഇറ്റ്സ് ആൻ അക്യുമുലേഷൻ ഓഫ് ദി ബ്ലഡ് ആയിട്ട് വരും, അതിൻ്റെ ടിഷ്യൂ ആയിട്ട് വരും. എന്തിനാണ് അത് ഉണ്ടാകുന്നത്? That will work as another ovary. This is very, 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 very important. Nature has designed that there is extra tissue, which is a cyst. Polycystic. Poly എന്ന് പറയുന്നത് പലതും ഉണ്ടാകാൻ കണ്ടുപിടിക്കും. That all depend upon the nature of the conflict. അതെന്തിനാണ് ഈ സിസ്റ്റ് ഫോം ചെയ്യുന്നത്? Because it will start acting as an important part of the ovary. It will start producing hormones of its own, female hormones. Why? In order to attract male genders, male people. എന്തിന്? In order to become mother again. ഒരു 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 ലവ് ഫെയിലിയർ, അല്ലെങ്കിൽ ഒരു ക്രഷ് തോന്നി, അല്ലെങ്കിൽ അത് മേ ബി ആരോടെങ്കിലും ഒരു ക്രഷ് ആകാം, ടീച്ചറോടുള്ളതാവും, ലെക്ചറുടെ, നമ്മുടെ അധ്യാപകനോടുള്ള ക്രഷ്, അല്ല ഇന്ന് വളരെ കോമൺ ആയിട്ടുള്ള സെലിബ്രിറ്റി ക്രഷ്.
ഇതൊക്കെ വളരെ ഡീപ്പായിട്ട് എടുത്തിട്ട് രാത്രി മുഴുവനും ഉറങ്ങാതിരിക്കുന്ന ഹതഭാഗ്യരായിട്ടുള്ള ഗേൾസ് ഉണ്ട്. അപ്പോ ആ ഒരു കണ്ടീഷനിൽ എന്താണ് സംഭവിക്കുന്നത്? നേച്ചർ ഈസ് നോട്ട് സ്റ്റോപ്പിംഗ് ഹെർ ഫ്രം ബിക്കമിങ് അട്രാക്റ്റീവ് അഗൈൻ. അപ്പോൾ ദിസ് പർട്ടിക്കുലർ ഓർഗൻ ഓർ ദിസ് പർട്ടിക്കുലർ ചേഞ്ച് ഹാപ്പൻഡ് ഇൻ ദി ഓവറി ഈസ് producing extra or additional hormones, estrogen, so that she may look beautiful, more beautiful, and her face will be more attractive, or her body will be attractive, so that she can very easily attract the male genders. അതിനു വേണ്ടിയിട്ട് പ്രകൃതി. അതുകൊണ്ട് ഒരു രോഗവും നമുക്കിട്ട് പാരപണിയാൻ അല്ലെങ്കിൽ നമ്മളെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ പെൺകുട്ടിയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. അതിന്റെ പോസിറ്റീവായിട്ടുള്ള അതിന് ബയോളജിക്കൽ പർപ്പസ് എന്നാണ് പറയുന്നത് GNM-ല്. സോ ഈ ബയോളജിക്കൽ പർപ്പസ് ആണ് നമ്മൾ നമ്മുടെ ശത്രുവായിട്ട് നമ്മൾ പരിഗണിക്കുകയും അതുകൊണ്ട് ഉടനെ ഓപ്പറേഷൻ ചെയ്യണം, അല്ലെങ്കിൽ ഓവറി കത്തിച്ച് കളയണം, കരിച്ചു കളയണം, അല്ലെങ്കിൽ അതിന് ആന്റി ഈസ്ട്രജൻ മെഡിസിൻ, നത്തിങ് ഡൂയിങ്, ഒന്നും വേണ്ട. നമ്മൾ എന്തിനാണ്, ഞാൻ പലപ്പോഴും എൻ്റെ പേഷ്യൻസിനോട് പറയുന്നത്, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഈ ഉള്ളിലുള്ള അവയവങ്ങളെ പരിശോധിക്കുന്നത്? നിങ്ങൾ ശ്വാസം എടുക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞാൽ പോരെ, ശ്വാസം വിടുന്നുണ്ടോന്ന് അറിഞ്ഞാൽ പോരെ. ഇത് നമുക്ക് ദൈവം തന്നിട്ടുള്ള ഒരു കാര്യമാണ്. ശ്വാസം നമ്മുടെ യാതൊരു കഴിവുകൊണ്ടും അല്ല ഈ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ശ്വാസം ഉണ്ടാവുകയും നമ്മൾ വലിക്കുകയും ചെയ്യും. എന്തിനാണ് നമ്മുടെ ലങ്സിന്റെ എത്ര ലോബ്സ് ഉണ്ട്, എത്ര ആൽവിയോളയുണ്ട്, എത്ര പെർസെൻറ്റേജ്, ഇത് എന്തിനാ അറിയുന്നത്? നമ്മൾ ഭക്ഷണം കഴിച്ചാൽ പോരെ, വിശപ്പുണ്ടായാൽ പോരെ, മലം പോയാൽ പോരെ. നമ്മൾ എന്തിനാണ് ഈ കുടലിൻ്റെ അകത്ത് അവിടെ തടിപ്പുണ്ടോ കുരുവുണ്ടോ എന്ന് അറിയുന്നത് എന്തിനാണ്? അതുപോലെ നമ്മൾ ഈ യങ് ഏജിൽ അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ പോട്ടെ പ്രൊക്രിയേഷൻ നടത്താനുള്ള പീരീഡിൽ only thing what we need to know is that yes, they are having good relationship. അവർ തമ്മിൽ നല്ല സ്നേഹമാണ്. സ്നേഹം കൾമിനേറ്റ് ചെയ്തിട്ട് അവരുടെ പേഴ്സണൽ ഫിസിക്കൽ റിലേഷൻ ഉണ്ടാവണം. അങ്ങനെയാണ് കുട്ടികൾ ജനിക്കേണ്ടത്. ഇത്ര അറിഞ്ഞാൽ പോരെ, അവിടെ കുട്ടികളുണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞാൽ പോരെ. എന്തിനാണ് നിങ്ങളുടെ രോഗമെല്ലാം പോയി ഈ PCOD-യിലേക്ക് കൊണ്ടുപോകുന്നത്? സോ PCOD is a big business. Thyroid is a big business. അതുകൊണ്ട് PCOD എന്ന് പറയുന്നത് നമുക്കിട്ട് പാരപണിയാനായിട്ട് പ്രകൃതി വെച്ചതൊന്നുമല്ല. ഇറ്റ് ഈസ് സംതിങ് ടു ബി വെൽക്കംഡ്. ഇത്രയും PCOD-യെ കുറിച്ച് പറഞ്ഞത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുവാണ്. അതിനെക്കുറിച്ച് ചോദിക്കാം, വേറെ ഏതെങ്കിലും രോഗത്തെക്കുറിച്ച് ചോദിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഞാൻ എൻ്റെ ക്ലിനിക്കിൽ ഞാൻ രോഗികളെ റിസീവ് ചെയ്ത് എങ്ങനെയാണ് ഇത് പറയുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞത്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ അനിത ഡോക്ടറെ? ക്ലിയർ ആയി സാറേ. ഓക്കെ, യു ക്യാൻ റീഡ്. ഞാൻ ഒന്നുകൂടെ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ കയ്യിൽ പേപ്പറും പേനയും ഉണ്ടെങ്കിൽ എഴുതി വെച്ചോളൂ. www.learninggnm.com learninggnm.com. നിങ്ങൾ അത് വായിച്ചേ തീരൂ. ഇത് വായിച്ച് ഭാഗ്യം ചെയ്ത കോവിഡ് കാലത്ത് ഡോക്ടർ വർഗീസ് എന്ന് പറയുന്ന ആള് 440 ഓഡിയോ ക്ലിപ്പിങ്സ്, അത് 6-8 മിനിറ്റിന് താഴെയുള്ള ഓഡിയോ ക്ലിപ്പിങ്സ് പ്രിപ്പയർ ചെയ്തിട്ട് ഒരു വലിയ ദൈവാനുഗ്രഹമായിട്ട്, കാരണം ചില ഫോറിൻ കൺട്രീസിൽ നിന്നൊക്കെ വിളിച്ച് ഐ എം കണ്ടിന്യൂസ്ലി റീഡിങ് യുവർ ഓഡിയോ ക്ലിപ്സ് എന്ന് പറയുമ്പോൾ വലിയ അഭിമാനം തോന്നും. ദേ ആർ ലേണിങ് ഇറ്റ്. നിങ്ങൾ ഒരു കാര്യം വിചാരിക്കേണ്ട, വളരെയധികം പേര് ഈ GHK പഠിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് കുറച്ച് പേർ അതിനെ നിരുത്സാഹപ്പെടുത്തി എന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ ഹൈഡ് ചെയ്യാമെന്ന് വിചാരിച്ചോ അതൊന്നും നിൽക്കത്തില്ല. ഇറ്റ് ഈസ് പ്രോഗ്രസിങ് ലൈക്ക് എനിത്തിങ്. ഇപ്പം നിങ്ങൾ ഈ 440 ഓഡിയോ ഞങ്ങളുടെ വെബ്സൈറ്റിൽ ഫ്രീലി അവൈലബിൾ ആണ്. ഇനി ഫ്രീലി അല്ലാത്ത ഞങ്ങളുടെ ടെക്നിക്കൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടി ഞങ്ങളൊരു രജിസ്ട്രേഷൻ വെച്ചിട്ടുണ്ട്. ആ രജിസ്ട്രേഷനിൽ നിങ്ങൾ മാക്സിമം പേര് രജിസ്റ്റർ ചെയ്യണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓഗസ്റ്റ് മാസം മുതൽ ഞങ്ങൾ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യും. ഈ കോഴ്സ് ഒരു വർഷത്തേക്ക് ഫുള്ളായിട്ട് എല്ലാവർക്കും ഇപ്പോൾ ഈ റേറ്റിൽ, അതായത് വെറും 2000 rupees GST കൂടെ കൂടി 2360 rupees ഞങ്ങൾ രജിസ്റ്റർ ചെയ്യുകയാണ്. സോ വൺ ഹു ഹാസ് രജിസ്റ്റേർഡ് ഫോർ ദിസ് പ്രോഗ്രാം ക്യാൻ കണ്ടിന്യൂസ്ലി എല്ലാ ആഴ്ചയിലും ക്ലാസ് ഉണ്ടാകാനാണ് ഇപ്പോൾ പ്ലാൻ. ചിലപ്പോൾ അത് ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ ചിലപ്പോൾ. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേതാണ്ട് വർഗീസ് ഡോക്ടറുടെ തലയ്ക്ക് പ്രായമായപ്പോൾ എന്തോ പറ്റിയതാണെന്നൊക്കെ എൻ്റെ സുഹൃത്തുക്കളെ പറയാം. പക്ഷെ സത്യം എന്താണെന്ന് അറിയാമോ? നോർത്തേൺ സ്റ്റേറ്റ്സിലേക്ക്, ലൈക്ക് ഗുജറാത്ത്, ഹരിയാന, പഞ്ചാബ്, ഇങ്ങനെയുള്ള സ്റ്റേറ്റ്സിലൊക്കെ വളരെ കാട്ടുതീ പോലെ പടർന്ന് പിടിച്ചോണ്ടിരിക്കും GNM പഠിപ്പിക്കുന്നു.
അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു കുറച്ച് ഡോക്ടേഴ്സിനെ ഈ ക്ലാസ് എടുക്കാനായിട്ട് അന്വേഷിച്ചപ്പോഴത്തേക്കും ഐ ഹാവ് ഗോട്ട് 26 ഡോക്ടേഴ്സ്, ടേക്ക് ഇറ്റ് ഫ്രം മീ. 26 ഡോക്ടർമാരുടെ സീനിയർ ഡോക്ടേഴ്സ്, നോട്ട് ഓൺലി ഫ്രം ഇന്ത്യ. UK ഡോക്ടർമാരുണ്ട്, ഹോമിയോ ഡോക്ടേഴ്സ് ഉണ്ട്, അബുദാബിയിലുള്ള ഡോക്ടേഴ്സ് ഉണ്ട്, ദുബായിലുള്ള ഡോക്ടേഴ്സ് ഉണ്ട്, പല വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവരുണ്ട്. ഇവരെല്ലാം കൂടി ഇന്ത്യയിലാണ്, അറിയാമല്ലോ, ഞാൻ പറയേണ്ട കാര്യമില്ല, ഹോമിയോപ്പതി ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലം ലോകത്തില്. അപ്പൊ ഈ ഇന്ത്യയിൽ നമുക്കറിയാം, നമ്മളെല്ലാം പ്രിഡിക്റ്റീവിലൂടെ, ഞാനത് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, കൺഫസ് ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഈസ് പ്രിഡിക്റ്റീവ് ഹോമിയോപ്പത്സ് ഹൂ പ്രാക്ടീസ് ഹോമിയോപ്പതി ഇൻ ദി ബെസ്റ്റ് വേ ഇൻ ഇന്ത്യ അല്ല ഇൻ ദി വേൾഡ്. അപ്പൊ അവർക്കെല്ലാം ഈ പറഞ്ഞ അറിവ് കൊടുത്തത് ഡോക്ടർ പ്രഫുൽ വിജേക്കറാണ്. അദ്ദേഹം നമുക്ക് ഈ അറിവ് തരുന്നതിന് മുൻപ് തന്നെ അവിടെ ഓസ്ട്രിയ, ജർമ്മനിയിലെ ഡോക്ടർ ഹാമറിന്റെ ശിഷ്യപ്പെട്ട അലോപ്പതി ഡോക്ടർമാർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഡോക്ടർ ന്യൂട്ടൺ, ഹീസ് വൺ ഓഫ് ദി ഫാക്കൽറ്റി മെമ്പേഴ്സ് ഓഫ്, ഹീസ് എൻ അലോപ്പതി ഡോക്ടർ, ഹീസ് എൻ ഫാക്കൽറ്റി മെമ്പർ ഓഫ് അവർ ടീം. അപ്പൊ അവിടെ ഞങ്ങൾക്കൊരു 50ഓളം ഫാക്കൽറ്റി മെമ്പേഴ്സ് ഉണ്ട്. ഞങ്ങളുടെ ഈ ഹോമിയോപ്പസിന് വേണ്ടിയിട്ട് ക്ലാസ് എടുക്കുന്ന 26 ഡോക്ടേഴ്സ് ആർ ഓൾറെഡി കൺസെൻറ്റഡ്. അവർ പേഴ്സണലി കൺസെൻറ്റ് ചെയ്തിരിക്കുകയാണ് ക്ലാസ് എടുക്കുന്നത്. അവരുടെ ആദ്യത്തെ മീറ്റിംഗ് ഈ വ്യാഴാഴ്ച നടക്കുകയാണ്. ഓഗസ്റ്റോടുകൂടി ക്ലാസ് എടുക്കുക. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾക്ക് ഇനി അങ്ങോട്ടേക്ക് GHK പഠിക്കാതെ നിങ്ങൾക്ക് ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞാൽ യു ആർ ഇൻകംപ്ലീറ്റ്. ദിസ് ഈസ് മൈ വെൽ തോട്ട് കൺവിക്ഷനാണ്. അതുകൊണ്ട് നിങ്ങൾ അത് പഠിക്കണമെന്ന് എൻ്റെ റിക്വസ്റ്റ് ആണ്. പഠിക്കാനായിട്ട് ഇങ്ങനെയുള്ള വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട്, എൻ്റെ അധ്യാപികയായിരുന്ന കാരോളിൻ മാർക്കലിൻ്റെ ഷീസ് എ ഡയറക്റ്റ് ഡിസൈപ്പിൾ ഓഫ് ഡോക്ടർ ഹാമർ. പുള്ളിക്കാരത്തിയുടെയാണ് ഈ പറയുന്ന വെബ്സൈറ്റ്. അത് നിങ്ങൾ പഠിക്കണം. ഞങ്ങളുടെ വെബ്സൈറ്റിൽ ഹൺഡ്രഡ്സ് ഓഫ് വീഡിയോസ് ആർ ദർ. കോമൺ അങ്ങനെയുള്ളതുണ്ട്, പെയ്ഡ് മെമ്പേഴ്സിനുള്ളതുണ്ട്, പെയ്ഡ് അല്ലാത്തവർക്കും ഉണ്ട്. ഞാൻ ഒരു വീഡിയോ എടുത്തോട്ടെ, ഒരു ഫോൺ കോൾ എടുത്തോട്ടെ. ഇല്ല, കുഴപ്പമില്ല, അത് ഒരു മിസ് കോൾ ആയിരുന്നു. ഞാൻ കണ്ടിന്യൂ ചെയ്യാം, ഫാമിലി ആയതുകൊണ്ടൊന്നും എടുത്താൽ കണ്ടിന്യൂ ചെയ്യാം. അപ്പോ എനിക്ക് പറയുവാനുള്ളത്, എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിച്ചു, കാരണം ഒരു വലിയ ടോപ്പിക്കിലേക്ക് പോകാനായിട്ട് ഇനി സമയമില്ല. ഗ്രീഷ്മ ഡോക്ടറിന്റെ റിക്വസ്റ്റ് സാറിന് സമയമുണ്ട്. എന്തായിരുന്നത് മറന്നു, ചാറ്റിലൊന്ന് നോക്കിയോട്ടെ. Okay, can you please say about delusions? ഡെല്യൂഷൻസിന് അതായത് നമ്മൾ ഹോമിയോപ്പതിയുടെ ഡെല്യൂഷൻസ് ആണ് ഡോക്ടർ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയാം. ഹോമിയോപ്പതിയുടെ ഡെല്യൂഷൻ അല്ലെങ്കിൽ നമ്മൾ ഡെലിറിയം എന്നൊക്കെ പറയുന്നത് സിഫിലിറ്റിക്കിന്റെ കോസേഷനായിട്ട് വന്ന കാര്യമാണ്. അല്ലെങ്കിൽ കോസേഷൻ അല്ലെങ്കിൽ നമ്മൾ സിഫിലിറ്റിക് കോസസ് ഓഫ് ഡിസീസ് എന്ന് പറഞ്ഞ ഡോക്ടർ പ്രഫുൽ വിജേക്കർ ഒരു 5 കാര്യങ്ങൾ പറഞ്ഞു. EDP, എക്സ്ട്രോ ഒന്ന് പറഞ്ഞാൽ ഇതാ ഡോക്ടറെ, എക്സ്ട്രോ ഡിസ്ട്രക്റ്റീവ്, എക്സെൻട്രിക്, പെർവേർഷൻ, ഹിസ്റ്ററിക്, അങ്ങനെ 5 കാറ്റഗറീസ്. അത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിലെല്ലാം ഉള്ളത് എന്നാന്ന് വെച്ചാൽ നമ്മൾ അവിടെ പോയി തുടങ്ങണമെന്നുള്ളതാണ് ഡോക്ടർ പ്രഫുൽ വിജേക്കർ നമ്മളോട് പഠിപ്പിച്ചത്. എവിടെ? അത് സൈക്കിക്കും അപ്പുറമാണ്. ഇതൊക്കെ നമ്മുടെ ബോധ്യങ്ങളാണ്. ആ ബോധ്യങ്ങളിൽ നിന്ന് വേണം നിങ്ങൾ റൂട്ട് ആയിട്ടുള്ള മെഡിസിനിലേക്ക് എത്താൻ വേണ്ടി. അതാണ് ഡെല്യൂഷൻസ്. ഡെല്യൂഷൻ നമ്മൾ ഫിസിക്കലായിട്ടുള്ള ഒരു കാര്യത്തിന്റെ അടിസ്ഥാനപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്കത് ഡെല്യൂഷനിൽ എത്താൻ പറ്റും. ഞാൻ എപ്പോഴും ക്ലാസ് ഒക്കെ ആയിട്ട് എൻ്റെ ഇതൊക്കെ ഹോമിയോപ്പതി പഠിപ്പിച്ച കാലത്ത് എൻ്റെ മ്യാസം ക്ലാസ്സിന്റെ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. There were three dynamics. One was health dynamics. Health dynamics എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫിസിക്കൽ സ്ട്രക്ചർ അങ്ങനെയല്ല, ഇറ്റ്സ് ഗോട്ട് എ ഡൈനാമിക് നേച്ചർ. പിന്നെ ഡിസീസ് ഡൈനാമിക്സ്. Because at that time even I was convinced that only a dynamic cause can cause or produce some changes in the physical body ultimately. അപ്പൊ എവിടെ നിന്നാണ് കോസ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഫ്രോം ദി ഡൈനാമിക്സ്. അത് ഡിസീസ് ഡൈനാമിക്സ് ആയിട്ടാണ് ഞാൻ പഠിപ്പിച്ചു തുടങ്ങിയത്. അന്ന് ഞാൻ ഡോക്ടർ പ്രഫുൽ വിജേക്കറുമായിട്ട് പരിചയമായില്ല. എന്നെ അറിയുന്ന കുറച്ചെങ്കിലും സീനിയേഴ്സ് ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാമായിരിക്കും. ഞാൻ
കേരളത്തിലെ മിക്കവാറും എല്ലാ ജില്ലകളിലും പോയി മ്യാസം ക്ലാസ് എടുത്തിട്ടുണ്ട് ഹോമിയോപ്പത്സിന് വേണ്ടി. ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് സാറേ. ഒത്തിരി പേര് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ചിലരൊക്കെ അങ്ങനെ പറയുമ്പോൾ വലിയ സന്തോഷമുണ്ട്, നമ്മുടെ ജീവിതം കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണം ചെയ്തു. അപ്പോ അങ്ങനെ നടന്ന കാലത്ത് പീച്ചിയിൽ ഞാൻ ക്ലാസ് എടുക്കുമ്പോഴാണ് എനിക്ക് ഡോക്ടർ പ്രവീൺ ധർമ്മരത്നം ഒരു 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 ഫോട്ടോകോപ്പി ഓഫ് എ ബുക്ക്, അത് തിയറി ഓഫ് ക്രോണിക് മ്യാസം ഒന്നും എഴുതിയിട്ടില്ല, അന്ന് മ്യാസംഷൻസ് വന്നിട്ടില്ല, തിയറി ഓഫ് അക്യൂട്ട്സ്, അങ്ങനെ പ്രാഥമികമായിട്ട് അദ്ദേഹം എഴുതിയ ബുക്സിന്റെ ഫോട്ടോസ്. സോ ദാറ്റ് വാസ് wonderfully inspirational or inspiring me. So I went directly to meet Dr. Proful Vichekar. അങ്ങനെയാണ് പിന്നെ നമ്മൾ ഹോമിയോപ്പതി IHKയുടെ നേതൃത്വത്തിൽ ഡോക്ടർ പ്രഫുൽ വിജേക്കറിനെ എറണാകുളത്ത് വിളിച്ച് ക്ലാസ് എടുത്തത്. thereafter it was a journey after him. അപ്പൊ അങ്ങനെയാണ് ഐ ഗോട്ട് മോർ ഡീപ്പർ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ഹോമിയോപ്പതി. കമ്മിങ് ബാക്ക് ടു ഡോക്ടർ ഗ്രീഷ്മ ഷാരന്റെ ചോദ്യം ഇതാണ്, ഡെല്യൂഷനെ കുറിച്ച് എന്ത് പറയുന്നു? അതിന്റെ ഡെല്യൂഷൻ എന്ന് വിളിച്ചോളൂ, ഡെലിറിയം എന്ന് വിളിച്ചോളൂ, വാട്ട് എവർ ഈസ് ദെയർ ഇൻസൈഡ്. അത് എവിടെയാണ് ഇൻസൈഡ്? ഇറ്റ് ഇസ് നോട്ട് ഇൻ ദി ബ്രെയിൻ. പലപ്പോഴും ക്ലാസ് നമ്മൾ പേഷ്യൻസിനോട് ചോദിക്കുമ്പോൾ മൈൻഡ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, അതിവിടെയല്ലേ ഡോക്ടർ എന്ന് ചോദിക്കും. നോ, യു കട്ട് ഓപ്പൺ, break open your skull and see your brain, or at least you send your brain tissue to any part of the world, they will not give you anything. നമ്മൾ ടിഷ്യൂ നമ്മുടെ ബോഡി ലെവൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് തരുന്ന പോലെ നമുക്ക് റിപ്പോർട്ട് തരുത്താൻ പറ്റത്തില്ല. ഇയാൾക്ക് ആരോടെങ്കിലും പ്രണയമുണ്ടോ, എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻ ഉണ്ടോ, ഇയാൾ ജെന്യുവിൻ ആണോ, ഫേക്ക് ആണോ, ഉഡായിപ്പാണോ, അല്ലെങ്കിൽ ഇയാൾ പ്രസംഗിക്കുന്നോ ശരിയാണോ എന്നൊന്നും അറിയാനായിട്ട് ഇയാളുടെ ഒന്നും അറിയാനുള്ള ഒരു മെത്തഡ് ഈ ലോകത്തിലില്ല, ബ്രെയിൻ പരിശോധിച്ചാൽ പോലും. അതുകൊണ്ട് തന്നെ ബ്രെയിനിന്റെ അകത്തല്ല, അതുക്കും മേലെ ഉള്ള കാര്യമാണ് ഡെല്യൂഷൻ, ഡോക്ടർ ഗ്രീഷ്മ. ഇപ്പൊ ഡെല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചില ചിന്തകളാണ്. അത് ഒത്തിരി 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 റീസൺസ് ഉണ്ടാവും. ദാറ്റ് ക്യാൻ ബി ഡ്യൂറിങ് അവർ ലൈഫ് ടൈം. ഫോർ എക്സാമ്പിൾ, എ ചൈൽഡ് ഓഫ് 9 years, എ ഗേൾ ചൈൽഡ് ഹു വാസ് അബ്യൂസ്ഡ് അറ്റ് ദി ഏജ് ഓഫ് 9. She can have a delusion that every male people are harmful. They are all enemies. They are all after me, going to spoil me. അതൊരു ഡെല്യൂഷൻ ആവാം. ഇനി ഡോക്ടർ ഹാമറും ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, ഹനുമാൻ പറഞ്ഞതും ഇത് തന്നെയാണ്. അത് എത്ര പേർക്ക് മനസ്സിലായി എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അവിടെയാണ് ഏറ്റവും നന്നായിട്ട് ഡോക്ടർ പ്രഫുൽ വിജേക്കറിന്റെ ക്ലാസ് കൂടുന്ന. ഓരോ ക്ലാസ്സിലും അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ള കേസുകൾ, ഇന്ന് അദ്ദേഹത്തിന്റെ പ്രിയപുത്രൻ അംബരീഷ് അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ദേ ആർ ഗോയിങ് ബിയോണ്ട്. അപ്പൊ എന്താണ് നാച്ചുറൽ ആയിട്ടോ, ഇന്ന് തണുപ്പടിച്ചു ജലദോഷം ഇല്ലെന്നേ, തണുപ്പടിച്ച അസുഖം വരത്തില്ല അല്ലെ. അങ്ങനെ ഫിസിക്കൽ ലെവലിൽ നിന്നും മാറി, മെന്റൽ ലെവലിൽ നിന്നും മാറി, സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ഫെയ്ത്ത് ആണ്, അല്ലെങ്കിൽ അതിനുള്ള വിശ്വാസങ്ങളാണ് ഡെല്യൂഷൻ എന്ന് പറഞ്ഞാൽ ശരിയാവും. ഞാനൊരു ഉദാഹരണം, ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യം. ഇപ്പൊ ഞാനും ഡോക്ടർ ഗിരീഷ്മയും കൂടെ ഒരു നല്ല രാത്രിയിൽ നടന്നു പോകും. നല്ല മഴയാണ്, മഴ വേണ്ട, മഴ മാറ്റി, നല്ല ഇരുട്ട്, എൻ്റെ കയ്യിലെ ടോർച്ചുള്ളൂ, ഗ്രീഷ്മ മുമ്പിൽ നടക്കുകയാണ്. അപ്പൊ ഗ്രീഷ്മ ഡോക്ടർ കുറച്ച് മുമ്പോട്ട് പോയപ്പോഴത്തേക്കും ഗ്രീഷ്മ ഡോക്ടർ അലറി കരഞ്ഞു, പാനിക്കിയായി. ഡോക്ടറേ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞു. എന്താ പറ്റി ഡോക്ടറെ? ഗ്രീഷ്മ, അതേ അവിടെ ഒരു യക്ഷി നിൽക്കുന്നു, ആ യക്ഷി അനങ്ങുന്ന കാണുന്നില്ലേ? ഞാൻ പറഞ്ഞു, എവിടെ? അവിടെ ഒരു യക്ഷി ഇല്ലല്ലോ. അത് ഡോക്ടറെ യക്ഷിയാണ്. അല്ല, ഞാൻ പറഞ്ഞു, ഞാൻ അടുത്ത് പോയി, അവിടെ ഒരു വെളുത്ത സാരി ഉണങ്ങാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഡ്യൂറിങ് ഡേ ടൈം ആ സാരി ആ പെൺകുട്ടി എടുത്ത് വീട്ടിൽ മടക്കി വെച്ചില്ല, ഇത്രേ ഉള്ളൂ സംഭവം. കാറ്റത്ത് ആ വെളുത്ത സാരി കിടന്ന് അനങ്ങിയപ്പോൾ ഗ്രീഷ്മ ഡോക്ടർക്ക് തോന്നി അതൊരു യക്ഷിയാണ്. ഞാൻ അവിടെ പോയി സാരി ഗ്രീഷ്മ ഡോക്ടറുടെ കയ്യിൽ പിടിച്ചു കൊടുത്താൽ പോലും ഗ്രീഷ്മ ഡോക്ടർ പറയും, ഇല്ല ഡോക്ടർ എന്നെ തെറ്റിദ്ധരിപ്പിക്കേണ്ട, ഡോക്ടർ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ല. ഷീ ഈസ് ഹാവിങ് ദാറ്റ് ഡെല്യൂഷൻ. എന്താണ് ആക്ച്വലി ഉള്ളത്? ഒരു സാരി. ബട്ട് ദാറ്റ് ലിങ്ക്ഡ് ഹർ ഇമോഷണലി ഫീഡ്ബാക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. യക്ഷി ഇങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ള ഒരു സങ്കല്പം, ഒരു ഡെല്യൂഷനാണ്. അതിങ്ങനെ മൂവ് ചെയ്യും, ഇങ്ങനെ ഡാൻസ് കളിക്കും, മുടിയൊക്കെ വെതറിക്കൊണ്ട് നടക്കും എന്നുള്ളത് ആ വ്യക്തിയുടെ, ഗ്രീഷ്മ ഡോക്ടറുടെ ഡെല്യൂഷൻ. സോ ഷീ തോട്ട് ദാറ്റ് ദിസ് ഇസ് എ ഗോസ്റ്റ്.
ദാറ്റ് ഈസ് കോൾഡ് ഡെല്യൂഷൻ. ഇത് ഞാനൊരു ഈസിലി മനസ്സിലാകാവുന്ന അങ്ങനെയൊന്നും ആകണമെന്നില്ല. പല 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 ഡെല്യൂഷൻസ് ഉണ്ട് ദാറ്റ് ക്യാൻ ഗോ ബിയോണ്ട് ദി അവർ ജനറേഷൻ. എന്ന് പറഞ്ഞാൽ ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ഉള്ള ലെവലിലേക്ക് ഇത് പോകാമെന്ന് ഉള്ളതാണ് സത്യം. അങ്ങനെയാണ് നമ്മുടെ ജനറേഷനിലൂടെ ഈ എവല്യൂഷൻ നടക്കുന്ന ടുവേഴ്സ് ഗുഡ് ഓർ ടുവേഴ്സ് ബാഡ്. ആ എവല്യൂഷൻ ഒക്കെ നടക്കുന്ന ഇങ്ങനെയാണ്. സോ എവറി ഡിസീസ്, സോ കോൾഡ് ഡിസീസ്, ഈസ് എ പാർട്ട് ഓഫ് ദാറ്റ് എവല്യൂഷൻ. അപ്പൊ അത് നല്ല രീതിയിൽ പോകാം, മോശം രീതിയിൽ പോകാം. ഒരു ഡെല്യൂഷനാണ്. അതായത് ടു ബി മിർത്ത് എന്നൊക്കെ നമ്മുടെ റൂബ്രിക്സിൽ പറയും. എ ഫീലിംഗ് ഓഫ് എക്സ്റ്റസി, എക്സ്റ്റാറ്റിക് ഫീലിംഗ്. ദാറ്റ് ഈസ് ഗ്രേറ്റ് എന്നൊരാൾ ഡെല്യൂഷനിലൊന്ന് എന്താ ചെയ്യാൻ? ഈ നൈമിഷികമായ സുഖം, അത് ശാരീരിക സുഖമാകാം, അല്ലെങ്കിൽ ഡ്രിങ്ക്സ് കുടിക്കുമ്പോഴാകാം, സബ്സ്റ്റൻസ് അബ്യൂസ് ആകാം. അപ്പൊ ഇതൊക്കെ ഒരു ഭയങ്കര സംഭവമാണ്, അതാണ് ശരി എന്ന് ചിലർ പറയും. ദാറ്റ് ഈസ് ഹിസ് ഡെല്യൂഷൻ. അവർ പറയും ഞാൻ രാവിലെ മുതൽ 100 പ്രാവശ്യം ഇങ്ങനെ മന്ത്രം ചെയ്യും, ഇങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ ഞാനൊരു പർട്ടിക്കുലർ ധ്യാന മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്, അതിലൂടെ ഇരിക്കുമ്പോൾ എനിക്ക് എന്തെന്ന് അറിയത്തില്ല, എനിക്ക് എന്തൊക്കെയോ തോന്നും. അത് അയാളുടെ ഡെല്യൂഷനാണ്. ഇപ്പം നല്ലതും ചീത്തയുമായിട്ടുള്ള ഡെല്യൂഷൻസ് ഒക്കെ ഉണ്ട്. ഇത് ശരിയാണെന്ന് വിശ്വസിക്കുന്നത്, തെറ്റാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അപ്പൊ ആ ലെവലിൽ പോയാൽ ഈവൻ നമ്മൾ ഓർഡിനറി മൈൻഡ് എന്ന് പറയുന്ന മങ്കി മൈൻഡ് എന്ന് പറയും, ജമ്പിങ് മൈൻഡ്, മാർക്കൊണ്ടിരിക്കുന്ന മനസ്സ്, അതൊക്കും മേലെയുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് വേണേൽ പറയാം. അതിലത് പൂർണ്ണമായൊന്നുമില്ല. അത് ഇറ്റ് ഈസ് എൻറിച്ച് വിത്ത് നമ്പർ ഓഫ് എക്സ്പീരിയൻസസ് ഓഫ് ദി പാസ്റ്റ് ലൈഫ്. പാസ്റ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ എവിടെ വരെയാണ്? അമ്മയുടെ ഉദരത്തിൽ ഫാദറിന്റെ ഹാഫ് സെല്ലും മദറിന്റെ ഹാഫ് സെല്ലും കൂടെ ചേർന്ന് പ്രൈമോഡിയൽ ഫസ്റ്റ് സെൽ ആകുന്ന സമയത്തല്ല, അതുക്കും അപ്പുറം. അപ്പോൾ ഈ ഹാഫ് സെൽ ഓഫ് ദി ഫാദറിലും ഹാഫ് സെൽ ഓഫ് ദി മദറിലും അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്തെത്തത്തില്ല. നമ്മളൊക്കെ അൺനെസറിലി, ഞാനത് എന്നെ ശ്രമിക്കുന്ന പ്രെഡിക്റ്റീവുകാരൊക്കെ എന്നോട് ക്ഷമിക്കണം, നമ്മൾ അവിടെ 2000 ബുക്ക് ഓഫ് ജീനോം ഒരു വലിയ റിസർച്ച് ആയിരുന്നു, അബൌട്ട് ദാറ്റ്. അത് വന്നപ്പോഴത്തേക്കും എല്ലാവരും പറഞ്ഞു, അയ്യോ ഇനി അങ്ങോട്ടേക്ക് ജെനറ്റിക്സിന്റെ കാലമാണ്. അപ്പൊ എന്താണ്, നമ്മുടെ ബുക്സിലും ഈ പറയുന്ന സ്പൈറൽ, എന്തായാലും പറഞ്ഞ ഹെലിക്കൽ, അറിയത്തില്ലേ, 2 ലാഡർ ഷേപ്പിൽ ഇങ്ങനെ സ്പൈറൽ ആയിട്ടുള്ള ഇതൊക്കെ. കാരണം ദിസ് ഈസ് ഹൗ ജീൻസ് ആർ. സോ ഹോമിയോപ്പതി ഈസ് ജീൻ ബേസ്ഡ്. ഇതൊരു മണ്ടത്തരമാണ്. ജീൻസ് ആർ റിസൾട്ട്സ് ഓഫ് സൈക്കിക് കോൺഫ്ലിക്ട്സ്. ഇത് ഡോക്ടർ ഹാമർ പറഞ്ഞ് മനസ്സിലാക്കും. സോ നമ്മൾ ജനറ്റിക് ഡിസീസസ് പറയുന്ന, അല്ലെങ്കിൽ ജനറ്റിക് മ്യൂട്ടേഷന്റെ ഫലമായിട്ട് ഒരു പർട്ടിക്കുലർ ഡിസീസ് ഉണ്ടാകുന്നു. ദീസ് ആർ ഓൾ എൻഡ് റിസൾട്ട് ഓഫ് സംതിങ്. വാട്ട്? കോൺഫ്ലിക്ട്സ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളൊരു വ്യക്തിക്ക് ഡീപ്പർ ആയിട്ടുള്ള ഒരു, അതിന് പത്തോളജി എന്ന് പറയാൻ പറ്റത്തില്ല, സംതിങ് ഹാപ്പനിങ് നോട്ട് ആസ് നോർമൽ വിത്ത് അതേഴ്സ് എന്ന് പറയുന്നതിന്റെ പിന്നിൽ ഇതേപോലെയുണ്ട്. ബിക്കോസ് ദിസ് ഡെല്യൂഷൻ ഈസ് ഡിസൈഡിങ് ഹൗ ടു പെർസീവ് ദിസ് പർട്ടിക്കുലർ സിറ്റുവേഷൻ. ഞാനിപ്പോൾ ഡോക്ടർ ഗ്രീഷ്മയുടെ കാര്യത്തിലൊരു ഉദാഹരണം പറഞ്ഞു. ഇത് വെളുത്തിരിക്കുന്നത് യക്ഷിയാവാം, ഇളകുന്നത് യക്ഷിയാവാം, കാരണം എവിടുന്നോ കിട്ടിപ്പോയതാണ്. ചിലപ്പോൾ അത് പഴയ ജന്മത്തിൽ പോലും ആവാം. ഇപ്പം പുനർജന്മത്തിലൊക്കെ വിശ്വസിക്കും, അതൊക്കെ നിങ്ങൾ തീരുമാനിച്ചോളൂ. പുനർജന്മത്തിൽ വിശ്വസിക്കുന്ന മതവിഭാഗങ്ങളുണ്ട്. അങ്ങനെ അല്ലാതെ അതിൻ്റെ വേറൊരു തലത്തിൽ സ്പിരിച്വാലിറ്റി കാണുന്ന ഇതുണ്ട്. അതൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചത്, ചെറുപ്പത്തിൽ വായിച്ചത്, ചെറുപ്പത്തിൽ ബോധ്യപ്പെട്ടത്, അധ്യാപകർ നമ്മളെ പഠിപ്പിച്ചു, ഇതൊക്കെയാണ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ബോധ്യങ്ങൾ. ഈ ഫ്രെയിം വർക്കിലാണ് നമ്മൾ കാര്യങ്ങളെ കാണുന്നത്. അതുകൊണ്ടാണ് ദോസ് ഡെല്യൂഷൻസ് ബിക്കം ഇമ്പോർട്ടൻറ്റ്. അത് ഏത് കേസ് എടുത്തു കഴിഞ്ഞാലും ഞാനത് പറയാം. ഡോക്ടർ ഗ്രീഷ്മ എന്തായാലും പ്രെഡിക്റ്റീവ് പഠിക്കുന്ന ഒരാളാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ചോദ്യം എന്നോട് ചോദിച്ചത്. അല്ലേ ഗ്രീഷ്മ? എന്ന് പറഞ്ഞേ, അൺമ്യൂട്ട് ചെയ്തിട്ടൊന്ന് പറഞ്ഞേക്കേ. പോയോ ഗ്രീഷ്മ? ഓൺ ചെയ്ത് വെച്ച് പോയിട്ടില്ല. ഗ്രീഷ്മ ഡോക്ടർ ഉണ്ട്. ഗ്രീഷ്മയുണ്ട്. അതിനെക്കുറിച്ച് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണോ ഡോക്ടർ ഗ്രീഷ്മ? ചോദിച്ചോളൂ. പറഞ്ഞത് നമ്മൾ പെർസീവ് ചെയ്ത് ഡോക്ടർ ഹാമർ പറഞ്ഞിട്ടുള്ളതാണ്. ഡിപ്പെൻഡിങ് അപ്പോൺ അവർ ട്രെയിനിങ്, ഡിപ്പെൻഡിങ് അപ്പോൺ അവർ ഏർലി പാസ്റ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെ മനസ്സിലാക്കരുത്. ഏർലി ലൈഫ്, ചൈൽഡ്ഹുഡ് ലൈഫ്, ആ കാലത്തുള്ള അനുഭവങ്ങളും, നമ്മൾ പറയുക മുത്തശ്ശി കഥകൾ, അല്ലെങ്കിൽ നമ്മൾ വായിച്ചിട്ടുള്ള പുസ്തകങ്ങൾ, ട്രെയിനിങ് നടത്തിയിട്ടുള്ള
വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അധ്യാപകർ, മാതാപിതാക്കൾ, മുത്തശ്ശിമാർ, മുത്തശ്ശന്മാർ, ഇവരൊക്കെ നമുക്ക് തന്നിട്ടുള്ളതിലൂടെയാണ് നമ്മൾ ഇവല്യൂഷൻ എന്ന് പറയുന്നത് നടക്കുന്നത്. How we as adults or elders will react to a particular situation is all based on these delusions. ആ ഡെല്യൂഷനിലാണ് ഞാൻ ഇന്നലെ നിങ്ങളോട് പറയുന്നത് പോലും. ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കണം, അതായത് ഒരുവിധം വൃത്തികെട്ട വേഷത്തിൽ വരരുത്, നീറ്റായിട്ടൊക്കെ വരണം, അല്ലെങ്കിൽ എന്നെ അഭിമുഖീകരിക്കുന്ന എല്ലാവരും ഡോക്ടേഴ്സാണ്, അവരോട് ആ രീതിയിൽ സംസാരിക്കണം, പറയുന്നതിന് മാന്യത വേണം, അല്ലെ പറയാൻ പാടില്ലാത്തൊന്നും പറയാൻ പാടില്ല. അപ്പം നമ്മൾ ഇങ്ങനെ പഠിച്ചിട്ടുള്ള നമ്മൾ വാല്യൂസ് എന്നൊക്കെ പറയട്ടെ, വാല്യൂസ്, മോറൽ വാല്യൂ, ഇതെല്ലാം നമുക്ക് കിട്ടിപ്പോയതാണ്. ദാറ്റ് വിൽ വേരി ഫ്രം ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ. എൻ്റെ മൊറാലിറ്റി അല്ലെ എൻ്റെ ഡെല്യൂഷൻസ് അല്ല നിങ്ങളുടെ ഡെല്യൂഷൻസ്. And that is why in predictive homeopathy we have been basing our prescription to start with, because most of the cases that we deal with are syphilitic cases. അപ്പോൾ എന്താണ്, ഡിസ്ട്രക്ഷൻ വരുന്നതിൻ്റെ മുന്നിലുള്ള ആ ഡെല്യൂഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. They are most important than the physical pathological symptoms. GNM പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ മൂന്നും സിങ്ക്രോണസ് ആണ്. അതായത് കോസേഷൻ ഓഫ് ദി ഡിസീസ് ഇൻ ദ ഡൈനാമിക് പ്ലെയിൻ, ഈ പറഞ്ഞ ഡെല്യൂഷൻ. നമ്പർ 2 ചേഞ്ചസ് ഇൻ ദി ബ്രെയിൻ. നമ്പർ 3 ഇൻ ദി ബോഡി. ഇത് മൂന്നും കവർ ചെയ്യുന്ന മെഡിസിൻസ് നിങ്ങൾ റൂബ്രിക്സ് സെലക്ട് ചെയ്യുവാണെങ്കിൽ യു വിൽ ബി ദി ബെസ്റ്റ് പ്രിസ്ക്രൈബർ. കാരണം ഹോമിയോപ്പതി ഈസ് ദി ഓൺലി മെഡിസിൻ ദാറ്റ് ആക്ട്സ് ഓൺ ദീസ് 3 ലെവൽസ് ഈക്വലി. നമ്മുടെ മെഡിസിൻ ഒക്കെ പ്രൂവ് ചെയ്ത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഓൾ സ്റ്റാർട്ടഡ് ഇൻ ദി ഡെല്യൂഷൻ ലെവൽ വിത്തൗട്ട് എനി ഫിസിക്കൽ ചേഞ്ചസ്. അതുകൊണ്ടാണ് ദേ ബിക്കം ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അവിടെ കോസേഷൻ ഓഫ് ദി ഡിസീസ്, he had a delusion that this is like this, that is why he was affected. So got the point? And it should synchronously, നമ്മൾ പറയല്ലേ, സിങ്ക് ആകണം ബോഡി. ഈ മൂന്നും കൂടെ സിങ്ക് ആകുന്നിടത്ത് പ്രവർത്തിക്കുന്ന മെഡിസിനാണ് ഹോമിയോപ്പതി. Then only you will stimulate, help the individual to come back to his original healthy situation. What has triggered him to go out of control? Eccentric, who lost the center. പുള്ളി ശരിയല്ല, പുള്ളി ലൂസ് ആണെന്നൊക്കെ പറയുന്നത്, കേന്ദ്രത്തിൽ പോയി, എക്സെൻട്രിക്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അത് സൈക്കിക് ലെവലിൽ നിന്ന് തുടങ്ങിയ ഒരു ട്രിഗറാണ് അതിന് കാരണം. അത് കണ്ടുപിടിച്ചാൽ നമുക്ക് ഈ ഫിസിക്കൽ ലെവലിലുള്ള ചേഞ്ചസിനെ നമുക്ക് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദാറ്റ് ഈസ് ഹൗ ഹോമിയോപ്പതി ഈസ് അണ്ടർസ്റ്റാൻഡ്. ഞാൻ എപ്പോഴും പറയാനുള്ള ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുവാണ്. അതായത് നമ്മൾ നല്ല റെസ്റ്റോറൻറ്റിൽ പോയി, ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചു. ഞാൻ തന്നെയാണ് കഴിക്കുന്നത്, എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയും മക്കളൊക്കെ വീട്ടിലുണ്ട്. സോ ബ്യൂട്ടിഫുൾ, ഒരു ടേസ്റ്റാണ് ഈ ഫുഡിന്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, വി വിൽ ഓർഡർ ഫോർ എ ടേക്ക് എവേ, അല്ലെങ്കിൽ പാർസൽ എന്ന് പറയുന്ന സംഗതി നമ്മൾ ഓർഡർ ചെയ്യും. എന്നിട്ട് ഒരു പോർഷൻ വി വിൽ ക്യാരി ഇറ്റ് എവേ, ക്യാരി ഫോർ, അല്ലെങ്കിൽ ടേക്ക് ഹോം, ടേക്ക് എവേ. എന്താണ് അത്? കണ്ടിന്യൂസ് ആയിട്ട് വീട്ടിൽ ചെന്നാലും അത് അവർക്കും കൂടെ എൻജോയ് ചെയ്യാൻ വേണ്ടി. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദാറ്റ്. ഇതാണ് ഹോമിയോപ്പതി ചെയ്യുന്നത്. ഡോക്ടർ ഹാമറിന് ഹോമിയോപ്പതിയെ കുറിച്ച് അറിയാമെന്ന് ഞാൻ ഇതുവരെയും റിസർച്ച് ചെയ്തതിലൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. കഴിഞ്ഞ ദിവസം എൻ്റെ ആൻറ്റി ലോക്കീമിയേഴ്സ് എന്ന് പറയുന്ന അമേരിക്കയിൽ നിന്നുള്ള ഒരു മെന്റർ ഗ്രൂപ്പിലുള്ള ലേഡി, ഹു വാസ് ഓൾസോ മൈ ക്ലാസ്മേറ്റ് ഇൻ ടൊറൻഡോ, what she said is that actually Dr. Hammer was against homeopathy. ഞാനത് സ്റ്റേറ്റ്മെന്റ് ആയിട്ടല്ല പറയുന്നത്, ഇനിയും വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. There are two legends thinking in different lines, no problem. അതൊക്കെ മേലെയാണ് ദൈവം, അല്ലെങ്കിൽ the truth. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു. So we got two legends. One is Dr. Hammer. He gave us beautiful science. Dr. Hammer, he gave Hahnemann and Hammer. They both of them gave beautiful science. I prefer to call them as prophets. You know, I'm a Christian belief ഉള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ ഫാമിലി ജനിച്ചു പോയതുകൊണ്ടാണ്. അതുകൊണ്ട് ഞങ്ങളുടെ വിശ്വാസത്തിൽ prophets means one who reveals things that are divine. ദൈവത്തെക്കുറിച്ചും ദൈവികമായിട്ടുള്ള കാര്യത്തെ, അല്ലെങ്കിൽ സ്വർഗത്തെക്കുറിച്ചും സ്വർഗീയമായ കാര്യത്തെക്കുറിച്ചും സാധാരണ ജനങ്ങളോട് പറഞ്ഞ
വ്യക്തികളെയാണ് പ്രവാചകന്മാർ എന്ന് എല്ലായിടത്തും പറഞ്ഞിട്ടുള്ളത്. അത് മുസ്ലിംസിലും പ്രവാചകന്മാരായ നബിയെ കുറിച്ച് പറയുന്നത് അങ്ങനെ തന്നെയാണ്. They are not gods, but they have revealed the divinity to the common people. അങ്ങനെ രണ്ട് ലെജൻസ് എന്ന് പറയാം, പ്രോഫറ്റ്സ് എന്ന് പറയാം, അങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹോമിയോപ്പതി മെഡിസിൻ can work throughout the whole stages of a so-called program called a disease. എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. So during conflict activity, homeopathy medicine can be given. A homeopathy medicine can be given even before exposing to a particular conflict. ഇങ്ങനെ ഒരു സാഹചര്യം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പം മരിച്ച ഉടനെ അല്ലെങ്കിൽ അല്ലാതെ ഒരു തീക്ഷ്ണമായിട്ടുള്ള മാനസിക ഇഗ്നീഷ്യ കൊടുത്തു, അല്ലെങ്കിൽ കുറച്ച് നാട്രമോർ കൊടുത്തു, കോംപ്ലിമെന്ററി ഓഫ് എന്നൊക്കെ പറയും. സോ ഈവൻ ബിഫോർ someone facing a conflict we can give medicine. Immediately after the conflict one can be given homeopathy medicine. അപ്പോൾ during the conflict active stage we can reduce its mass, conflict duration കുറയ്ക്കാൻ പറ്റും, intensity കുറയ്ക്കാൻ പറ്റും. So we can facilitate the healing and we can reduce the intensity of the healing phase, which is really bringing out the symptoms. അപ്പോൾ നമുക്കുള്ള പത്തോളജി എന്ന് പറയുന്ന ടിഷ്യൂ ലെവലോ സൈക്കിക്കോ ബ്രെയിൻ ലെവലായിട്ടുള്ള മുഴുവൻ സിംറ്റംസിനെ മിനിമൈസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നത് ഹോമിയോപ്പതി മെഡിസിൻ കൊണ്ട് മാത്രമാണ്. ഡോക്ടർ ഹാമർ ഹോമിയോപ്പതിയെ കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിൽ, ബിക്കോസ് ദേ വർ ബോത്ത് ഓഫ് ദം വർ ഇൻ ജർമ്മനി, യുനോ. അപ്പോൾ ജർമ്മനിയിൽ ഡോക്ടർ ഹാമറിന്റെ സമയത്ത് ഹോമിയോപ്പതിയെ കുറിച്ച് അറിഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല, അറിഞ്ഞിട്ടുണ്ടാവാം. പക്ഷെ എന്തുകൊണ്ടാണ് പുള്ളിക്ക് ശത്രുത ഉണ്ടായത്? അങ്ങനെയാണ്. ഇനിയും പ്രവാചകന്മാർ വന്നു കഴിഞ്ഞാൽ ഈ പ്രവാചകന്മാർ തമ്മിൽ അടികൂടും. ബിക്കോസ് ദാറ്റ്സ് ഓൾ അബൌട്ട് സംതിങ് ബിയോണ്ട് അവർ ഫിസിക്കൽ ലെവൽ. അതുകൊണ്ട് ആ ഫിസിക്കൽ ലെവലിൽ അല്ലാത്തപ്പോഴത്തേക്ക് നിങ്ങൾ യു ഗോ ടു യൂട്യൂബ്, യു വിൽ ഫൈൻഡ് thousands of bloggers there. They are all talking about different practices by which you will enjoy happiness. You will be totally relieved of the day-to-day troubles in your life. എന്തെല്ലാം കാണാൻ പറ്റും? Because there is no material evidence. Anybody can make any YouTube video. എന്തായാലും ഒരു 10, 50, 60 പേര് 100 പേര് പുള്ളിയുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് തന്നെ കാണും. അപ്പോൾ he becomes an earning vlogger. That is this thing. New era characteristic, and let it be like that. ഡോക്ടർ വർഗീസിന് വന്നത് അല്ലെങ്കിൽ ഡോക്ടർ ഹാമറിന് വന്നത് അങ്ങനെ തന്നെയായിട്ട് കണക്കാക്കാം. പക്ഷെ now I am convinced about the truthfulness, veracity of what doctor taught to the world in the form of 5 biological laws. This is my confession, അല്ലെങ്കിൽ എൻ്റെ proclamation. I don't have any doubt, because every day നൂറുകണക്കിന് കേസ് എൻ്റെ മുമ്പിൽ. Every day I am getting cases which I verify in this framework. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, അപ്പോൾ നമ്മൾ GHKയിൽ അല്ലെങ്കിൽ GNMൽ മെഡിസിൻ ഇല്ലല്ലോ, പിന്നെ എങ്ങനെ ഒരാൾ സുഖമാകുന്നു? 1 മണിക്കൂർ വന്ന് ക്ലാസ് എടുത്ത്, അല്ലെങ്കിൽ 1 മണിക്കൂർ രോഗി വന്നു, നമുക്ക് ടിപ്പ് തന്നു, അല്ലെങ്കിൽ നമുക്ക് റെമ്യൂണറേഷൻ എന്നോ റവന്യൂ തന്നു, പൈസ തന്നു, നമ്മൾ ക്ലയന്റിനോട് ഫീസ് മേടിച്ചു, നമ്മൾ അതും മേടിച്ചു, രോഗി പോയി, അടുത്ത രോഗി ഇരിക്കുവാണ്. പിന്നെ നമ്മൾ ചിലപ്പം ഞാനിപ്പോൾ ഇന്ന് സംസാരിക്കുന്ന കൊച്ചിയിലിരുന്നുകൊണ്ടാണ്, അടുത്ത മാസമാണ് വരാൻ പറയുന്നത്. 5 ആഴ്ച കഴിഞ്ഞ ശേഷമാണ് എൻ്റെ ക്രോണിക് കേസിനോട് വരാൻ പറയുന്നത്. അപ്പൊ ഈ 5 ആഴ്ച അവരെന്ത് ചെയ്യും? എനിക്ക് 1 മണിക്കൂറേ അവരോട് പറയാൻ പറ്റില്ല. 5 ആഴ്ചയും എനിക്ക് അവരോട് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കാൻ പറ്റും. ദാറ്റ് ഈസ് വെയർ ഹോമിയോപ്പതി വർക്ക്സ്. എന്തുകൊണ്ട്? ഹോമിയോപ്പതി വിൽ വർക്ക് എവറി ഡേ, എവറി മൊമെന്റ്, എവറി സെക്കൻഡ് ഇൻ ഹിസ് ബോഡി ആൻഡ് മൈൻഡ്. ആൻഡ് അതാണ് നമ്മുടെ മെഡിസിൻസ്. ഇറ്റ് ഈസ് ഡൈനാമിക്. അത് മനസ്സിലാക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഹോമിയോപ്പതിയുടെ പ്രോസ്പെക്ട്സ് അല്ലെങ്കിൽ അതിൻ്റെ സ്കോപ്പ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ എന്തിനാ ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ, ഡോക്ടർ ഹാമർ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹീ സിലക്റ്റഡ് എ പർട്ടിക്കുലർ മ്യൂസിക്. അത് ഡോക്ടർ ഹാമർ ഒരു പ്രത്യേക മ്യൂസിക് ക്രിയേറ്റ് ചെയ്തു. ദാറ്റ് ഈസ് മൈ ബെസ്റ്റ് സ്റ്റുഡൻറ് എന്നാണ് ജർമ്മനിയിൽ സ്റ്റുഡൻറ് എന്നൊക്കെയാണ് പറയുന്നത്.
That was after his thoughts about his wife, young age. ആ ഭാര്യയെ ഓർത്തുകൊണ്ട് എഴുതിയ മ്യൂസിക്. ഈ മ്യൂസിക് 432 കിലോ ഹെർട്സ് എന്നാണ് പറയുക, അതിന്റെ ഫ്രീക്വൻസിയാണ്. അപ്പോൾ he was advising his patients to follow this frequency of music. ജിയോവാന കോണ്ടി എന്ന് പറയുന്ന ഒരു പ്രൊഫസർ, she was specializing this music. She was a musician, she was a pianist, and he was giving this to the world. She's still alive. We were inviting her for our celebrations, but she couldn't come. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കും. അദ്ദേഹം കൊടുത്തു വിട്ടത് എന്താണ്? മ്യൂസിക്കാണ്. നിങ്ങൾക്ക് രോഗത്തിന്റെ സ്വഭാവമൊക്കെ മനസ്സിലായി കാണും, പക്ഷെ നിങ്ങൾക്ക് ഇത് റിസോൾവ് ചെയ്യാനായിട്ട് ഈ മ്യൂസിക് സഹായിക്കുമെന്നാണ് പറഞ്ഞത്. എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ചിലരുണ്ട്, ചില കേസുകളിൽ പുള്ളിക്കാരൻ ഞാൻ ഇന്ന ഫ്രീക്വൻസിയാണ് വെക്കുന്നത്. ഐ ആം ഓൾസോ ട്രീറ്റിംഗ് മൈ പേഷ്യൻസ്. ഓട്ടിസ്റ്റിക് ചിൽഡ്രന് ഈ ഫ്രീക്വൻസിയാണ് മ്യൂസിക് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. 432 കിലോ ഹെർട്സ് KZ എങ്ങനെയൊക്കെ പറയുന്നത്. എനിക്ക് ഐ ആം നോട്ട് എക്സ്പെർട്ട് ഇൻ ദാറ്റ്. I am expert in homeopathy, I feel. I am giving homeopathy medicine to all the patients. How? I don't need to explain what are the, how we can select the medicine for him. Let it be a cancer patient, let it be any serious patient. എല്ലാവരും വന്നിട്ട് ഇമ്പ്രൂവ്മെന്റ്. എൻ്റെ മെത്തേഡ് ഇങ്ങനെയാണ്, അതിനെക്കുറിച്ച് പറയാൻ അടുത്ത ദിവസം അങ്ങനെ പറയാം. ഞാൻ എത്ര ശതമാനം ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്ന് ചോദിക്കും സെക്കൻഡ് ടൈം വരുമ്പോഴേ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഓരോ കംപ്ലൈൻറ്റ്, ഇപ്പോൾ 8 കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടാവും, 10 കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടാവും, ഓരോന്നും എങ്ങനെയാണെന്ന് ചോദിക്കും. ഇപ്പം ജനറലി ആദ്യത്തെ ഉത്തരം, ഡോക്ടറെ 10%, ഓ സന്തോഷം, ക്യാൻസർ പേഷ്യൻ്റാണ്. അങ്ങനെയുള്ള ഒരു പേഷ്യൻ്റ് പറയുമ്പോൾ നമുക്ക് സന്തോഷമാണ്. ഓ എന്തായാലും മോശത്തിലേക്ക് പോയില്ല, 10% മോശമായിട്ടില്ലല്ലോ, 10%. നെക്സ്റ്റ് ടൈം 25 ഉണ്ട് ഡോക്ടർ. ഇന്നൊരു ക്യാൻസർ പേഷ്യൻ്റ് വന്നിട്ട് പറഞ്ഞു യു ക്യാൻ ആഡ് 15% ഓൾസോ മോർ. സന്തോഷമായി. നാട്ടുകാരെല്ലാം പറയുന്നു പുള്ളിക്കാരന് നല്ല മാറ്റം ഉണ്ടെന്ന്. ആദ്യം എൻ്റെ പുള്ളിയുടെ മകൻ കൈ പിടിച്ചുകൊണ്ട് വന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നടന്നു കയറി, ഞാൻ ഫസ്റ്റ് ഫ്ലോറിലാണ് ഇരിക്കുന്നത്, ഇവിടെ നടന്നു കയറി വന്നു. ഇന്ന് വളരെ കൂളായിട്ട് വളരെ കാമായിട്ട് വന്നിരുന്നു. He gained 2 kg of weight. So that is evidence. ഫുഡ് കൂടുതൽ കഴിക്കുന്നു, ഈസ് മോർ സോഷ്യലൈസിങ്, ഹിസ് അപ്പിയറൻസ് ഈസ് juvenating or rejuvenating. അപ്പോൾ that is a proof. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ I am giving to all my patients homeopathic medicine. I know its value, I know its role, I know its scope, and I am practicing it. But when GNM came, I got to know why a particular disease. അവിടെ ഒരു അലർജി എന്ന് പറയുന്ന ഒന്നുമില്ല. ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. വേണം അടുത്ത ദിവസം അലർജി ഡിസീസിനെ കുറിച്ച് മാത്രമേ ഞാൻ ക്ലാസ് എടുക്കും. ദർ ഇസ് നോ ഇൻഫെക്ഷൻ, ദർ ഇസ് നോ അലർജി. ഇതെല്ലാം നമ്മളെ തട്ടിപ്പിന് വേണ്ടിയിട്ട്, നമ്മളെ മുതലാക്കാൻ വേണ്ടിയിട്ട് പറയാം. യു ആർ അലർജിക് ടു മിൽക്ക്, പിന്നെ ജീവിതത്തിൽ ഇനി പാൽ കുടിക്കാൻ പറ്റത്തില്ലല്ലോ. ഇല്ലെന്നേ. ഞാൻ ഇന്ന് കുറേ എക്സാമ്പിൾസ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഈ സമയം കിട്ടുവാണെങ്കിൽ പറയാനുണ്ട്. അതൊക്കെ നമുക്ക് പിന്നീടാവാം. അലർജി എന്ന് പറയുന്നൊരു സംഗതിയില്ല. ഇതെല്ലാം നമ്മുടെ മനസ്സിലുണ്ടാകുന്ന കോൺഫ്ലിക്ട്സ് കൊണ്ടുണ്ടാകുന്നത്. അല്ല ഇമ്മ്യൂൺ സിസ്റ്റം, അവൻ്റെ ഇമ്മ്യൂണിറ്റി ഡൗൺ ആയി, അതുകൊണ്ട് അവനെ രോഗം കയറി പിടിച്ചു, അങ്ങനെയൊന്നും സംഗതിയില്ല. അതുകൊണ്ട് ഇമ്മ്യൂൺ സിസ്റ്റം തിയറി ഫേക്ക്, ഇൻഫെക്ഷൻ തിയറി ഫേക്ക് തിയറി ഞാൻ പറഞ്ഞു. അതുപോലെ ജനറ്റിക് ഡിസീസ്, ജനറ്റിക് കോസേഷൻ ഫേക്ക്. ബിലീവ് ഇറ്റ് ഓർ നോട്ട്. പ്രയാസമാണ്, അടി കിട്ടും. പിന്നെ inherited. My father was hypertensive, therefore I am always checking my BP. My father was hypertensive, no relation. Lifestyle disease, obesity cause of so many disease. Why obese? അത് ആർക്കും അറിയത്തില്ല. ഞാൻ കൂടുതൽ പറയുന്നില്ല. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഇത് മതി തോന്നുന്നു വനിത ഡോക്ടറെ. കാരണം അല്ലെ ഞാൻ പറഞ്ഞ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നൊന്നും എനിക്ക് അറിയത്തില്ല. സാറ് ടയർഡായെന്ന് തോന്നുന്നു കുറെ നേരം ആയപ്പോഴത്തേക്ക്. സാറിനും ഞാൻ കൺഫസ് ചെയ്യുവാണ്, അല്ലെങ്കിൽ സോറി പറയുവാണ്. ഇന്ന് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 12:30 ഞാൻ അനിത ഡോക്ടറുടെ ശബ്ദമൊന്നും കേട്ടില്ലോ എന്ന് നോക്കുമ്പോഴാണ് ഇതിട്ടിരിക്കുന്നത്, നമ്മുടെ പോസ്റ്റർ ഇട്ടിരിക്കുന്നത്. സാധാരണ ഞാൻ കഴിഞ്ഞ ആദ്യത്തെ പ്രാവശ്യം ഞാൻ 150-200 പേർക്ക് ഞാൻ എൻ്റെ ഷെയർ ചെയ്തു,
മലയാളി ഡോക്ടേഴ്സ് ഫ്രണ്ട്സിന്. ഇന്ന് ആർക്കും ഷെയർ ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. ഉച്ചയ്ക്ക് കണ്ടു, ഞാൻ മടക്കി വെച്ചു. വൈകുന്നേരം ഞാൻ വന്നപ്പോൾ അനിത ഡോക്ടർ ഉണ്ട്. ഓക്കെ, എനിക്ക് പ്രശ്നമില്ല, ഐ ക്യാൻ ഗോ ഹോൺ ടോക്കിംഗ്. രാത്രി പകലാക്കി സംസാരിക്കാൻ പറ്റും, പക്ഷെ ഇന്നത്തേക്ക് നമുക്ക് മതി. ബാക്കിയുള്ള ടോപ്പിക്ക് നമുക്ക് മാറ്റി വെക്കാം. ശരി സാറേ. അപ്പൊ അടുത്ത ട്യൂസ്ഡേ സാറ് ഓക്കെ അല്ലേ സാറേ? ട്യൂസ്ഡേയിൽ ഓക്കെ ആയിരിക്കും. കാരണം ഞാൻ യാത്ര ചെയ്ത് കണ്ണൂർ എത്തിയിട്ടുണ്ടാവും. അപ്പൊ അന്ന് എനിക്ക് കുറച്ച് ഫ്രീ ആവും. ഇവിടെ ഞാൻ കൂടുതൽ ബാധ്യതകളുണ്ട്, അതാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അടുത്ത ചൊവ്വാഴ്ച ഞാൻ ഓക്കെ ആക്കാം. നമുക്ക് ഏതെങ്കിലും ഒന്നെങ്കിൽ അലർജി, വാട്ട് ഈസ് അലർജി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ വാട്ട് ഈസ് ഇൻഫെക്ഷനെ കുറിച്ച് വേണമെങ്കിൽ പറയാം, വാട്ട് എക്സാക്ട്ലി ഈസ് ഹാപ്പനിങ് ഇൻ എൻ ഇൻഫെക്ഷൻ എന്ന് നമുക്ക് ഡീറ്റെയിൽ ആകാം, ലൈഫ് സ്റ്റൈൽ ഡിസീസ് പറയാം, അല്ലെങ്കിൽ വാട്ട് ഐ ആം ഫോളോയിങ് ഇൻ മൈ ക്ലിനിക്, വാട്ട് ഈസ് ദ മെത്തേഡ്, അതിനെക്കുറിച്ച് പറയാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഏത് സമയത്തും എന്നോട് പറയാം, മതി ഇയാൾ മതിയാക്കി പോക്കോ എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം. അതല്ല സാറിന്റെ ഈ പ്രാവശ്യം നേരത്തെ പോസ്റ്റർ ഉണ്ടാക്കി തരാം. കുറച്ച് തിരക്ക് വരുമ്പോൾ മറക്കും സാറേ, ചിലപ്പോ പോസ്റ്റർ ഉണ്ടാക്കാനൊക്കെ മറന്നു പോകും. അതൊക്കെ എനിക്കുള്ള ഒരു പോസ്റ്റർ നേരത്തെ തരാമെങ്കിൽ ഞാൻ അത് ഷെയർ ചെയ്യാം. കോണ്ടാക്ട്സിൽ കുറച്ച് പേർക്ക് താല്പര്യമുള്ളവരുണ്ട്, അവർക്ക് വളരെ. ശരി സാറേ, അടുത്ത ആഴ്ചത്തെ നേരത്തെ എല്ലാ റെക്കോർഡിങ്ങും ചോദിച്ചിട്ടുള്ളവരുണ്ട് ധാരാളം. അതായത് ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവര്, പകുതിക്ക് കയറിയവരൊക്കെ റെക്കോർഡിങ്സ് ഒന്ന് അയച്ചു തരണേന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഡോക്ടറോട് സാറേ യൂട്യൂബിൽ ആക്കിക്കൊണ്ടിരിക്കുന്നു. ബാക്കി ഇവിടെ 2 ഇപ്പൊ ഇന്നത്തേതും കൂടെ ആക്കി ഇടാം. നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോ ചിലപ്പോ 2 വെച്ചേ കിട്ടുന്നുള്ളൂ കേട്ടോ, അതാവുന്നുള്ളേ. കുഴപ്പമില്ല. എന്നാലും അനിത ഡോക്ടർ ചെയ്യുന്ന വലിയൊരു സേവനത്തിന് ഞാൻ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. കാരണം യൂട്യൂബിലേക്ക് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം സാറേ. യൂട്യൂബിലേക്ക് കേൾക്കാത്തവർക്ക് കഴിഞ്ഞ ദിവസം ഈ ക്ലൗഡിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് എടുത്തപ്പോഴത്തേക്കും നമ്മുടെ വാട്സപ്പിന്റെ ഒരു പേജ് മുഴുവൻ പോയി. അല്ല, വാട്സപ്പിൽ നിന്ന് എടുക്കാൻ പറ്റില്ല സാറേ, അത് കമ്പ്യൂട്ടറിൽ നിന്ന് എടുക്കാൻ പറ്റുന്നുള്ളൂ. താങ്ക് യു. എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇന്നത്തെ ഞാൻ പറഞ്ഞ കാര്യത്തെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. സൈലന്റ് ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു സുഖമില്ല ഡോക്ടേഴ്സ് ഫ്രണ്ട്സ്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. ഗ്രീഷ്മ ചോദിച്ച പോലെ എന്തെങ്കിലും ചോദിച്ചോ. ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്നോട് ക്ഷമിക്കുക. അടുത്ത ദിവസം ചൊവ്വാഴ്ച ഞാൻ കുറച്ചുകൂടെ. നല്ല സെഷൻ ആയിരുന്നു ഇന്നത്തെ സെഷൻ. ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിരുന്നു. താങ്ക് യു സാർ. ഒത്തിരി സ്ട്രെയിൻ ചെയ്തിട്ട് തന്നെയാണ് ശരിക്കും നമുക്ക് വേണ്ടിയിട്ട് ഈ ക്ലാസ്സുകൾ സാർ എടുത്തു തരുന്നത്. സാറിന് സമയം കുറവാണ്, പല ക്ലാസ്സുകളും എടുക്കുന്ന ആളായതുകൊണ്ട് ഒരുപാട് പ്രിപ്പറേഷൻസും ഒക്കെ ആവശ്യമുണ്ട്. എനിവേ എത്ര ലേറ്റ് ആയിപ്പോയാലും സാറ് നമുക്ക് വേണ്ടിയിട്ട് വളരെ കഷ്ടപ്പെട്ട് ഇതുപോലൊരു നല്ല സെഷൻ എടുത്തതിന് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി സാറിനെ അറിയിക്കുന്നു. അതുപോലെ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവരോടും ഉള്ള നന്ദി ഒരിക്കലും അറിയിച്ചോണ്ട് ഒരു ഉപകാരം ചെയ്യുക. നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ സമാനമായിട്ട് ചിന്തിക്കാൻ കഴിയുന്നവർ, അല്ലെങ്കിൽ അവരും കൂടെ അറിഞ്ഞോട്ടെ എന്ന് നിങ്ങൾക്ക് തോന്നുന്നവർ, അത് ഫാമിലി മെമ്പേഴ്സ് ആയി, ഐ ഡോണ്ട് നോ, അത് ഞാൻ പിൻവലിച്ചു. കാരണം ഇത് ഡോക്ടേഴ്സിനുള്ള കേസായിരിക്കും, അതുകൊണ്ട് വേണ്ട. ഹോമിയോപ്പതി ഡോക്ടേഴ്സ് ഫ്രണ്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ അവരും കൂടെ അറിയട്ടെ എന്ന് നിങ്ങൾ വിചാരിക്കുക. ദാറ്റ് ഈസ് വാട്ട് ഐ ആം ഡൂയിങ്, ബിക്കോസ് ഐ ഓൾവേസ് ബിലീവ് GSK is the most important discovery of humanity എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. നമ്പർ 2, the most or the greatest service that you can offer to the humanity, back to the humanity, is spreading this knowledge. നിങ്ങൾ വിശ്വസിക്കാത്ത അത്രയും ബെനിഫിറ്റ് നിങ്ങൾക്കുണ്ടാകും. അതാണല്ലോ നമ്മൾ കൊടുക്കുന്തോറും നേരിടുന്ന കാര്യത്തിലൊന്നാണ് വിദ്യ. അതുപോലെ തന്നെയാണ് പണം, അതുപോലെ തന്നെയാണ് സന്തോഷം, അതുപോലെ തന്നെയാണ് സമാധാനം, അതുപോലെ തന്നെയാണ് സ്നേഹം. അതുകൊണ്ട് നിങ്ങൾ കൊടുത്തോണ്ടിരിക്കൂ. എനിക്കില്ല എന്ന് പറയരുത്. അത് പണമായാലും ഇല്ലെന്ന് പറയരുത്, സ്നേഹമില്ലെന്ന് പറയരുത്, സമാധാനമില്ല, ഒരു സുഖവും ഇല്ല എന്ന് പറയരുത്. നിങ്ങൾക്ക് സമാധാനം ഉണ്ടെന്ന് നിങ്ങൾ മറ്റുള്ളവരോട് പറയുക. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് സമാധാനം കിട്ടും. നിങ്ങളുടെ അറിവ് മറ്റുള്ളവർക്ക് കൊടുക്കുക, നിങ്ങൾക്ക് അറിവ് കൂടുതൽ കിട്ടും. താങ്ക് യു. ഗുഡ് നൈറ്റ്. താങ്ക് യു സാർ. ഗുഡ് നൈറ്റ്. നമുക്കിനി നെക്സ്റ്റ് ട്യൂസ്ഡേ കാണാം. താങ്ക് യു. താങ്ക് യു ഓൾ.